നമസ്കാരം. ന്യൂസ് അറ്റ് ന്യൂസിൻ്റെ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ അതിഥിയെക്കുറിച്ചുള്ള ഇൻട്രോ പറയുന്ന സാഹസത്തിന് മുതിരുന്നില്ല. അത്രയും സമയം നമുക്ക് ലാഭിക്കാം, അത്രയും ചോദ്യം ചോദിക്കാം, ഉത്തരം കിട്ടും. ജോൺ ബ്രിട്ടാസാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം സർ പരിപാടിയിലേക്ക്. താങ്ക് യു മധു. എന്തൊക്കെയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്? ആദ്യം തന്നെ നമ്മളൊരു പ്രധാനപ്പെട്ട സംശയമാണ്. ഇപ്പോൾ എൻ്റെ അച്ഛൻ പണ്ട് റേഡിയോ വാർത്ത കേൾക്കുമ്പോൾ അച്ഛൻ രാവിലെ 7:25 ഡൽഹി വാർത്ത കേൾക്കുമ്പോൾ വാർത്തകൾ വായിക്കുന്നത് ജോൺ ബ്രിട്ടാസ് എന്ന് പറയുമ്പോൾ അച്ഛൻ പറയും ബ്രിട്ടാസാണ് വാർത്ത വായിക്കുന്നത്, ഞാൻ കേട്ടിട്ട് കാലിന് പുല്ലിട്ട് കൊടുക്കാന്ന് പറയും. അപ്പോൾ എൻ്റെ ഒരു പ്രധാനപ്പെട്ട സംശയം അന്ന് മുതൽ വന്നത്, ഈ പേര് പണ്ട് ഒരു സിനിമയിൽ പറയുന്ന പോലെ ഉമ്മൻചാണ്ടി എന്നുള്ള പേര് ഒരാക്കേ ഉള്ളൂ, അതുപോലെ ജോൺ ബ്രിട്ടാസ് എന്നുള്ള പേര് ഞാൻ വേറെ അധികം കേട്ടിട്ടില്ല. ഈ പേരിനെ കുറിച്ച് ആലോചിച്ചത് എന്താണ് എൻ്റെ ഉത്തരം? വളരെ രസകരമായൊരു ചോദ്യം. എന്താ കാരണം എന്ന് വെച്ചാൽ എന്നോടിത് പലരും ചോദിക്കും. അപ്പോൾ ഇത് വിസ്തീർണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ഈ ക്രൈസ്തവ കുടുംബത്തിൽ ജനിക്കുന്ന ആൾക്കാർ അവരെ ഇങ്ങനെ മാമോദീസ മുക്കുമ്പോൾ ഒരു പുണ്യാളൻ്റെ പേര് ഇടും. അപ്പോൾ എനിക്ക് ഇട്ടൊരു പേര് ജോൺ ബ്രിട്ടോ എന്നുള്ളൊരു പേരാണ്. അത് എല്ലാവർക്കും, ഇപ്പം എൻ്റെ സഹോദരിമാർക്കെല്ലാം അവരുടെ ഏതെങ്കിലും പുണ്യാളോ പുണ്യാളത്തിൻ്റെ പേരായി ഈ പറഞ്ഞ സുറിയാനി ക്രിസ്ത്യാനി വിഭാഗത്തിലുള്ള ആൾക്കാർ ഇടുന്നത്. എനിക്കൊന്നും എല്ലാ വിഭാഗത്തിലും അങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷെ അത് സ്കൂളിൽ വരുമ്പോൾ അത് മാറും. പള്ളിയിലെ പേരല്ല സ്കൂളിൽ വരുന്നത്, രണ്ട് പേരാണ്. ഇത് പലർക്കും അറിയില്ല. പക്ഷേ എൻ്റെ പേര് വേറെന്തോ പേരുമായിട്ട് എൻ്റെ ഫാദർ സ്കൂളിൽ പോയപ്പോൾ ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എൻ്റെ ഫാദറോട് പറഞ്ഞു, ഇത് നല്ലൊരു പേരാണ്, ഇവനെ നമുക്കൊന്ന് പരിഷ്കരിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ ഫാദർ അവിടുത്തെ സ്കൂളിൻ്റെ PTA ചെയർമാനൊക്കെ ആയതുകൊണ്ട് ഈ ഹെഡ് മാസ്റ്ററൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ പുള്ളി സജസ്റ്റ് ചെയ്തു നമുക്ക് ജോൺ ബ്രിട്ടാസ് എന്നാക്കിയാലോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഫാദർ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ എൻ്റെ പേര് മാത്രം ജോൺ ബ്രിട്ടാസ് എന്നായി. അപ്പോൾ പലരും വിചാരിക്കുന്നത് ഫാദറിൻ്റെ പേര് ജോണാണോ ബ്രിട്ടാസാണോ, അങ്ങനെയൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻസ്. പക്ഷേ എൻ്റെ എൻ്റെ ആദ്യകാലഘട്ടങ്ങളിൽ എനിക്കൊരു ദുരിതമായിരുന്നു ഈ പേര്. ഒന്ന് ഈ പേര് പുതിയൊരു പേര്, മറ്റത് വർഗീസ്, മാത്യു, സെബാസ്റ്റ്യൻ, അങ്ങനെ പല പേരുകളിലാണല്ലോ ആൾക്കാർ ആ കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളിലുള്ള ആൾക്കാർ, മധു, അങ്ങനെയൊക്കെയുള്ള പല പേരിലാണല്ലോ. അപ്പോൾ ഈ പേര് മാത്രം ഇങ്ങനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എപ്പോഴും നമ്മുടെ പേര് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് നോക്കും. അങ്ങനെ ഒരു നോട്ടം എപ്പോഴും സ്കൂളിൽ നല്ലതല്ല, ശ്രദ്ധ കിട്ടുക എന്നുള്ളത്. പിന്നെ ഈ ബ്രിട്ടാസ് എന്നുള്ളത് പല പിള്ളേരും പൊട്ടാസ് എന്നൊക്കെ ആയിട്ട് ആകെ അതിപ്പോൾ സൈബറിൽ ജീവിതത്തിൽ ആദ്യ കാലഘട്ടത്തിൽ. പക്ഷെ പിന്നീട് രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ 10ാം ക്ലാസ് എല്ലാം കഴിഞ്ഞ് കോളേജിലെത്തിയപ്പോൾ ഞാനത് എൻജോയ് ചെയ്ത് തുടങ്ങി. എന്താ കാരണം വെച്ചാൽ ഈ വെറും സാധാരണ പേരിൽ നിന്ന് അപ്പുറത്തൊരു പേരുണ്ടാവുമ്പോൾ കോളേജിലേക്ക് എത്തുമ്പോഴാണല്ലോ നമുക്ക് ശ്രദ്ധ വേണമെന്നുള്ള ഒരു പ്രായത്തിലേക്ക് എത്തുന്നത്, ശ്രദ്ധയുടെ ഒരു ലെവല്. പിന്നെ മാധ്യമപ്രവർത്തനം തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും അതെനിക്ക് വലിയൊരു ആഡഡ് അട്രാക്ഷനായി. എന്താ കാരണം വെച്ചാൽ ഒരു ബൈലൈൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ തിരിച്ചറിയും. പിന്നെ ഈ ടെലിവിഷനിൽ വന്നപ്പോഴും ഇന്നയാളാണ് സൈൻ ഓഫ് ചെയ്യുന്നതെങ്കിൽ അതിലൊരു പ്രത്യേകത വന്നു. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ എനിക്ക് വലിയ ദുരിതമായിരുന്നു ഈ പേര് കൊണ്ട്. പക്ഷെ ഇതാണ് ഈ പേരിൻ്റെ ഒരു എന്താ പറയുക, പേരിൻ്റെ ചരിത്രം. നമുക്കിനി ഇൻ്റർവ്യൂവിൽ പ്രധാന കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇപ്പം നടുവിൽ നിന്ന് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന്, ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് ഇപ്പം ഇന്ദ്രപ്രസ്ഥത്തോളം വളർന്നു എന്ന് തന്നെ ഞാൻ പറയാം. അങ്ങനെ ഒരു യാത്രയിൽ പ്രാഥമിക ജീവിതത്തിലെ ഓരോ ഘട്ടം എങ്ങനെയാണ്? സ്കൂൾ വിദ്യാഭ്യാസം, അതിൻ്റെ ബാക്കിയൊക്കെ എങ്ങനെയാണ്? നമ്മുടെയൊക്കെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണല്ലോ പോയത്. ഇപ്പം എൻ്റെ വീട്ടിലെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭൂമി, അന്നത്തെ കാർഷിക കുടുംബത്തിൽ ഒരുപാട് ഭൂമിയൊക്കെ ഉണ്ടാവും, പക്ഷേ ഒരുപാട് അധ്വാനവും ദുരിതവും ഉണ്ടാവും. എന്നുവെച്ചാൽ അന്നൊന്നും ഈ പറയുന്ന വിളകൾക്കൊന്നും വലിയ വിലയില്ല, പക്ഷേ എന്നാൽ ഭൂമിയൊക്കെ ഒരുപാടുണ്ട്, അത് സംരക്ഷിക്കണമെങ്കിൽ വലിയ ഉത്തരവാദിത്വം. പിന്നെ എൻ്റെ ഫാമിലിയിൽ ഒരു ട്രാജഡി ഉണ്ടായി. ഞാൻ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ എൻ്റെ ഫാദർ അങ്ങ് മരിച്ചുപോയി. പൊടുന്നനെ അങ്ങ് മരിച്ചു, ബ്രെയിൻ ഹെമറേജ് ആയിട്ട് മരിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു മരണം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ശൂന്യതയെക്കുറിച്ച് എനിക്ക് അന്നേരം ബോധ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു പക്ഷേ ഇപ്പം ഓർക്കുമ്പോൾ അന്ന് എൻ്റെ നാട്ടിൽ ആദ്യം ആയിട്ടാണ് ഒരു ആംബുലൻസ് വരുന്നത്, ആദ്യമായിട്ട്. അതുവരെയൊന്നും അങ്ങനെ ഒരു ആംബുലൻസ് വന്നിട്ടില്ല. ഒരു ആംബുലൻസ് വരുമ്പോൾ എൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ ആംബുലൻസിലായിരുന്നു. അതായത് ഇതിൻ്റെ നിറം, ഇതിൻ്റെ ലൈറ്റ്, ഇതിൻ്റെ ആ സൈറൺ അലാം ഒക്കെയാണ്. ഞാനും സ്കൂളിൽ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ ആംബുലൻസിനെ തൊട്ട് നിൽക്കുക, അതിൻ്റെ കൗതുകത്തിലായിരുന്നു. എൻ്റെ സഹോദരങ്ങളൊക്കെ വല്ലാതെ അലമുറയിട്ട് കരയുകയൊക്കെ ചെയ്യും, എൻ്റെ അമ്മയൊക്കെ കരയുമ്പോഴും എനിക്ക് ആ ഒരു നഷ്ടത്തെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ.
അപ്പോൾ പിന്നീടാണ് അതുണ്ടാക്കിയ വലിയൊരു വിപത്ത്, ഒരു ശൂന്യത, ഒരു അരക്ഷിതാവസ്ഥ, ഒരു അനാഥത്വം ഒക്കെ എന്നെ ഇങ്ങനെ വേട്ടയാടി തുടങ്ങിയത്. പിന്നീട് ഞാൻ ഹൈസ്കൂളിൽ സമയത്ത് ഞാനൊരു ബോർഡിംഗ് സ്കൂളിലായിരുന്നു തൃശ്ശൂർ. അപ്പോഴാണ് എനിക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു നഷ്ടം വന്നത്. എന്നുവെച്ചാൽ ഈ ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ കാണാൻ വേണ്ടി അവരുടെ അച്ഛനൊക്കെ സ്ഥിരമായി വരുമ്പോൾ എനിക്ക് ആരും വരുന്നില്ല. വളരെ അപൂർവം നമ്മുടെ സഹോദരന്മാരാരെങ്കിലും വന്നത് ആയി. മാത്രമല്ല അപ്പോൾ അവരൊക്കെ ഓരോ സമ്മാനപ്പൊതിയായിട്ട് വരുമ്പോഴിങ്ങനെ എനിക്ക് വലിയൊരു വിമ്മിഷ്ടമായി അത്. അപ്പം പിന്നീടുള്ള സ്വപ്നങ്ങളിലൊക്കെ മൂപ്പർ ഒരുപാടുണ്ട്. പക്ഷെ അതൊരു വലിയൊരു ദുരിത കാലഘട്ടമായിരുന്നു. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നാട്ടുമ്പുറത്തെ ഒരു വീടെന്ന് പറഞ്ഞാൽ ഒരുപാട് അരക്ഷിതാവസ്ഥ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അന്ന് ഈ സമയത്തും കോൺവെന്റിലൊക്കെ ചേർത്ത് പഠിപ്പിക്കാനുള്ള ഒരു തോന്നലുണ്ടായില്ല. അന്ന് നമ്മുടെ കുടുംബത്തിൽ കുറച്ച് ഇങ്ങനെയുള്ള ആൾക്കാർ പഠിക്കണം എന്നുള്ളൊരു, ബേസിക്കലി നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ എല്ലാവരും പഠിക്കണം, പഠിത്തത്തിനാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ആൾക്കാർ പഠിച്ച് പോകണം എന്നുള്ള ഒരു അഭിപ്രായം അന്നുണ്ട്. ആക്ച്വലി അതൊരു എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിള്ളേർ പഠിക്കണം. അവർക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുന്നു അത്രത്തോളം അവരെ പഠിപ്പിക്കണം എന്നുള്ളൊരു സംഭവമുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബസ് കൂലിക്കൊക്കെ എൻ്റെ അമ്മ ചിലപ്പം പാല് ചിലപ്പം പുറത്ത് കൊടുക്കുമ്പോൾ ആ പൈസ ഞാൻ മേടിച്ചിട്ട് ഞാൻ ബസ് കൂലിക്ക് പോകും. ആ ഒരു നാണയ തുട്ടുകളുടെ കിലുക്ക് ഇപ്പോഴും എനിക്ക് ഞാൻ അനുഭവിക്കുന്നുണ്ട്. പെട്ടെന്നൊരു 5 രൂപയുടെ 6 രൂപയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് പോക്കറ്റിലിട്ടിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ പോക്കറ്റ് മണി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ചില നമ്മുടെ അമ്മയുടെ ഇതുപോലുള്ള ഈ പറഞ്ഞ അമ്മേനെ കുറിച്ച് പറഞ്ഞൊരു വാക്ക് ഞാൻ കേട്ടിട്ടുള്ളൂ. അമ്മ ഒരിക്കലും വീണിട്ടില്ല അതിനു മുന്നേ എന്ന് പറഞ്ഞിട്ട്. അമ്മ അത്ര ഫൈറ്റ് ചെയ്തൊരു അതിൽ ഒരു 40 വയസ്സിലൊക്കെ ഒരു വിധവയാകുന്നു, 7 കുഞ്ഞുങ്ങൾ, പിന്നെ ഈ കൃഷിയിടങ്ങൾ മുഴുവൻ നോക്കേണ്ടത്, ഓരോരുത്തരെ ഒരു എന്താ പറയുക, ഒരു കര പറ്റിക്കേണ്ടതിൻ്റെ ഒരു ചിന്ത. അപ്പം ഇന്ന് ചിന്തിച്ച് നോക്കൂ, ഒരു 40 വയസ്സിലൊരു സ്ത്രീ വിധവയായി 7 പിള്ളേർ, 7 മക്കൾ. അപ്പോൾ ഇതൊക്കെ, പക്ഷെ അന്നൊന്നും ഈ അമ്മയുടെ ഈ ബുദ്ധിമുട്ടുകളൊന്നും അറിയുന്നില്ല. ഞങ്ങൾ ഒരിക്കലും അമ്മ കടന്ന് ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല, സത്യമായിട്ട്. എന്നുവെച്ചാൽ നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അമ്മ എഴുന്നേറ്റു. എൻ്റെ അമ്മയ്ക്ക് ഇല്ലാത്തതായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പശു, ആട്, കോഴി, പന്നി എല്ലാ ഇനങ്ങളും ആ പറമ്പിലുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, ഈ അന്നത്തെ ഒരു കാർഷിക കുടുംബത്തിൽ ഒരുപാട് ഭൂമിയൊക്കെ ഉണ്ടാകുമ്പോൾ പണിക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കുക. അപ്പം എപ്പോഴും അമ്മ ഇങ്ങനെ എന്താ പറയുക, 24 മണിക്കൂറും സജ്ജമായിരുന്നു. ഞങ്ങളൊക്കെ ഉറങ്ങിയ ശേഷം മാത്രമേ അമ്മ ഉറങ്ങുകയുള്ളൂ. ഞാനിതുവരെ അമ്മ ഇങ്ങനെ അസുഖം പിടിച്ചൊന്നും കിടക്കുന്നത് കണ്ടിട്ടില്ല. ഈ അമ്മയുടെ പഴമൊഴി ഉണ്ടായിരുന്നു, ഞങ്ങളോട് എപ്പോഴും പറഞ്ഞാണ്, താങ്ങാൻ ആളുണ്ടെങ്കിലേ തളരൂന്ന്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ള ഒരുപാട് പഴമൊഴികൾ പറഞ്ഞത് അമ്മയാണ്. ഉന്തിമരം കയറ്റിയാൽ കൈവിടുമ്പോൾ താഴെ വീഴും. അനുഭവങ്ങൾ. പിന്നെ ഈ പറഞ്ഞ നമ്മൾ നിലത്ത് നിൽക്കണം എന്നുള്ളത്, ആകാശം മുട്ട പറന്നാലും നിലത്ത് വന്നേ സമ്മാനമുള്ളൂ, താങ്ങാൻ ആളുണ്ടെങ്കിലേ തളരൂ. ഇങ്ങനെയൊക്കെ ഒരുപാട് ഈ പറഞ്ഞ പഴമൊഴികളിലൂടെ ജീവിതത്തിൻ്റെ പൊരുളുകൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു ബാല്യമുണ്ട്. അമ്മയുടെ അമ്മ 94 വയസ്സുവരെ ജീവിച്ചു, പൂർണ്ണമായ ആരോഗ്യത്തോടെ സന്തോഷത്തോടു ലൈഫും ഒരു ലക്ഷ്യത്തിൽ ഒരു രാത്രിയിൽ കണ്ടടച്ചു. ഒരു തരത്തിലുള്ള ആരെയും ബുദ്ധിമുട്ടിക്കാതെ കിടക്കാതെ. നമ്മുടെ നാട്ടിൽ ആര് ആ റോഡിലൂടെ പോയാലും എൻ്റെ അമ്മ അവരെ തിരിച്ചറിയും, അവരെ വിളിക്കും, സംസാരിക്കും, അവർക്ക് എന്തെങ്കിലും ചായ കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ സ്കൂളിനോട് ചേർന്നാണ്, ഹൈസ്കൂൾ വരെ, സ്കൂള് പള്ളി. അപ്പം ഈ സ്കൂള് പള്ളിയിലേക്ക് പോകുന്നവരെല്ലാം അമ്മയായിട്ട് സംസാരിച്ചിട്ട് പോകും. അങ്ങനത്തെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പിന്നെ തൃശ്ശൂരിൽ നിന്ന് ഗവൺമെന്റ് ഞാൻ തലപ്പുറം സർ സൈദ് കോളേജിലേക്ക് വന്നു. തലപ്പുറം സർ സൈദ് കോളേജിൽ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കോളേജ് എന്നുള്ള സാധനം നമുക്ക് സൃഷ്ടിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം. അതുവരെയൊക്കെ നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ കൂട്ടിലടക്കപ്പെട്ട കിളികളാണ്. അത് വീട്ടിലേക്ക് തന്നെ ആയല്ലോ, പോയി വരാൻ. ഞാനാണ്, പക്ഷേ എൻ്റെ ബ്രദർ അവിടെ തലപ്പുറമിലുള്ള സ്ഥിതിക്ക് ഞാൻ ബ്രദറിൻ്റെ കൂടെ താമസിച്ചിരുന്നത്. അപ്പം വീട്ടിൽ നിന്നുള്ള ഇടയ്ക്ക് ആഴ്ചയിലേ പോവുള്ളൂ. അപ്പോൾ ഈ തലപ്പുറം സർസൈ കോളേജിലാണ് യഥാർത്ഥത്തിൽ ക്ലാസ് കട്ട് ചെയ്യുക, ഈ സംഘടനാപരമായ ഈ കൗതുകങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ, സിനിമ കാണുക, ഇങ്ങനെയൊക്കെയുള്ള പ്രീ ഡിഗ്രി അങ്ങനെ രസകരമായിട്ടുള്ള ഒരുപാട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ചെയ്ത മണ്ടത്തരം ഇൻവെർട്ടർ കോമ. അന്ന് എനിക്ക് മാത്തമാറ്റിക്സ് ഫസ്റ്റ് ഗ്രൂപ്പ് എനിക്ക് കിട്ടി. ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സെക്കൻഡ് ഗ്രൂപ്പ്, ഫസ്റ്റ് ഗ്രൂപ്പ്. പക്ഷെ എനിക്ക് കണക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനം.
ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ അന്ന് വെച്ച് മാറാനുള്ള സ്കീമുണ്ട്. അപ്പോൾ ഏതോ ഒരുത്തനുമായിട്ടൊരു മുത്തലീമോ ഒരുത്തനുമായിട്ട് ഞാൻ വെച്ച് മാറിയിട്ട് എൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് മുത്തലീമിനും ഒറ്റ കൊടുത്ത് ഞാൻ തേർഡ് ഗ്രൂപ്പ് എടുത്തു. അത് വലിയ കലാപത്തിൽ വഴിവെക്കുകയും ചെയ്തു. പക്ഷേ ആ മുത്തലീമ് മിക്കവാറും ആ മാത്തമാറ്റിക്സിൻ്റെ കല്ലിൽ കഴുത്ത് കെട്ടി എവിടെയെങ്കിലും പോയിട്ടുണ്ടോ. ഞാൻ മാത്തമാറ്റിക്സ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കാര്യം പോക്കായിരുന്നു. പക്ഷെ അതൊക്കെ ഓരോ രസകരമായിട്ടുള്ള ഈ അങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിൽ ഈ കോളേജിലേക്ക് വരുമ്പം ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടുള്ള ആഭിമുഖ്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അത് എൻ്റെ നാട് ഒരു പരിപൂർണമായ ഒരു എന്താ പറയുക, ഒരു ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ സ്ഥലമാണെങ്കിൽ പോലും എൻ്റെ ഫാദർ ചെറുപ്പകാലത്തിന് ഒരു റിബലായിരുന്നു. റിബൽ എന്ന് പറഞ്ഞാൽ ഒരു ഇടതുപക്ഷത്തോടെ പുതാമറ ബാങ്ക് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് മത്സരങ്ങൾ നടത്തി. പുള്ളി ഒരു എന്താ പറയുക, ഒരു അന്ന് ഈ പള്ളി അതിനൊക്കെതിരെയൊക്കെ ഉള്ളൊരു പ്രതിരോധമൊക്കെ തീർക്കുന്ന. പിന്നെ എൻ്റെ ബ്രദറും ഒരാളും ഇതുപോലെ തന്നെ പൊളിറ്റിക്സിലേക്ക് വന്നു. അപ്പം അന്നത്തെ ആ നാട്ടിലെ ആദ്യകാലത്തെ ഇടതുപക്ഷക്കാരെന്ന് പറയാവുന്ന ഒരു ആൾക്കാർ ഞങ്ങളുടെ കുടുംബത്തിലെ 1-2 പേരാണ്. ആ സ്വാധീനത്തിൽപ്പെട്ടതാണോ എന്നറിയില്ല. പക്ഷെ പൊതുവേ ഇടതുപക്ഷത്തോടൊരു ആഭിമുഖ്യം എനിക്ക് എപ്പോഴും ഈ പറഞ്ഞ കോളേജിൽ പഠിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നീട് ഈ പറഞ്ഞ തലപ്പുറം പിന്നെ പയ്യന്നൂരേക്കൊക്കെ പോകുന്നത്. പയ്യന്നൂരേക്ക് ഡിഗ്രിക്ക് പോകുന്നല്ലേ? ഡിഗ്രി അവിടെ നിന്നാണ് പിന്നെ മുഖ്യധാരയിൽ പയ്യന്നൂർ വളരെ സജീവമായിരുന്നു. പയ്യന്നൂർ വളരെ സജീവമായിട്ട് സംഘടനാ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. സ്ഥാനാർത്ഥിയെ മത്സരിച്ചു. പിന്നീട് പഠിക്കുന്നതിനും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എന്ന കാരണം എനിക്ക് കുറച്ചുകൂടെ അക്കാര്യത്തിലൊക്കെ ഒരു ഗ്രാഹ്യം ഉണ്ടായിരുന്നു. പിന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുക. അപ്പോൾ എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഞങ്ങളിങ്ങനെ കമ്പൈൻ സ്റ്റഡിയൊക്കെ നടത്തിയിട്ട് ഞങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യും. അതല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഈ ക്ലാസ്സെല്ലാം കട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് സിലബസുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു രൂപത്തിലേക്ക് പോയി. പിന്നെ ദേശാഭിമാനിയിലാണ് സ്റ്റാർട്ട് അല്ലേ? അതെ, ഞാൻ പിന്നെ കേരളവർമ്മ കോളേജിൽ വന്നു എം എ കേരളവർമ്മ കോളേജിൽ പഠിക്കുമ്പോൾ 2ാം വർഷം പഠിക്കുമ്പോഴാണ് ദേശാഭിമാനിയിൽ ഇങ്ങനെ സബ് എഡിറ്റർ ട്രെയിനിക്ക് വേണ്ടിയുള്ള പരസ്യം പത്രത്തിൽ കണ്ടു. അതൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിലെല്ലാം ആകസ്മികതകളാണ്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന 2 ആൾക്കാർ എൻ്റെ മുറിയിൽ ഹോസ്റ്റൽ മുറിയിൽ ഇരുന്നിട്ട് ഒരു വെള്ളക്കടലാസിൽ അപേക്ഷ പൂരിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ എന്തെന്നല്ലേ പോയി കിടന്നുറങ്ങാൻ ഒരു മയക്കത്തിലാണ്, ഞാൻ ഉച്ചയ്ക്ക് ഒരു മയക്കത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം എൻ്റെയും കൂടി ഒരു അപേക്ഷ ഇട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ അവരെ എൻ്റെ പേരൊക്കെ എഴുതി എൻ്റെ ഒരു ഒപ്പം കിട്ട് അവരയച്ചു. അന്ന് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ മറ്റെയാണ് എഴുത്ത് പരീക്ഷ. എഴുത്ത് പരീക്ഷയിൽ ഞാൻ ജയിച്ചു, ഇവർ തോറ്റു. ആരാണോ ഇതിനു വേണ്ടി അപേക്ഷ കൊടുക്കാൻ പോയ ആൾക്കാർ അവർ തോറ്റുപോയി, എനിക്ക് കിട്ടി. അങ്ങനെ ഒരു ആകസ്മികമായിട്ട്. അപ്പോൾ ഞാൻ അന്ന് കോളേജിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറും കൂടിയാണ് കേരളവർമ്മ കോളേജിൽ. അപ്പോൾ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തൊരു ഫസ്റ്റ് ടൈം കഴിഞ്ഞപ്പം ഞാൻ ദേശാഭിമാനിയിലേക്ക് പോകുന്നു. ശരി, ദേശാഭിമാനിയിൽ എവിടെയായിരുന്നു സ്റ്റാർട്ടിങ്? കണ്ണൂർ. ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു കോഴിക്കോട്. പിന്നീട് ഞാൻ കണ്ണൂർ അത് അധികം കാലം നിന്നില്ല, ഒരു 5-6 മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിവേഗം പിന്നെ ഡൽഹിയിലേക്ക് പോയി. അന്ന് കണ്ണൂരിൽ വലിയൊരു കോളിലൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ രാമായണം പരമ്പര വരുന്ന സമയത്ത് ഡോക്ടർമാരിങ്ങനെ ആ പരമ്പരയുടെ സമയത്ത് രോഗികളെയൊക്കെ ഉപേക്ഷിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഇങ്ങനെ ഈ ടെലിവിഷൻ കാണുന്ന അത് പോയി ഫോട്ടോ എടുത്ത് വാർത്തയാക്കാൻ പോയപ്പോൾ അവിടെ വലിയ സംഘർഷം നടന്നു. എന്നെ പിടിച്ചവർ മുറിയിൽ പൂട്ടിയിട്ടു. വലിയ സംഭവമായിരുന്നു. എനിക്കൊന്ന് അന്ന് കോടിയേരി നിയമസഭയിൽ ഉന്നയിച്ചു, ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞാനും അവിടെ നിന്ന് എന്നെ ട്രാൻസ്ഫർ ചെയ്ത് ഡൽഹിയിലേക്ക് പോവുകയാണ്. അതോടെ മാറുകയാണല്ലോ. അത് മാറുകയാണ്. അതാണ് കണ്ണൂരുമായിട്ടുള്ള എൻ്റെ ഈ ബന്ധമെന്ന് പറയുന്നത്. ഡൽഹിയിലെ ഈ മാധ്യമപ്രവർത്തനം നോക്കുമ്പോൾ ഇപ്പോൾ അടിയന്തരാവസ്ഥ ഒഴികെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലുണ്ടായ പ്രധാന സംഭവങ്ങൾക്കെല്ലാം ദൃക്സാക്ഷി തന്നെയായിരുന്നു, റിപ്പോർട്ടർ എന്നുള്ളതിനപ്പുറത്ത്. മധു എന്താ കാരണം വെച്ചാൽ ഞാനൊക്കെ ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞും വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയം ഒരു സ്റ്റാറ്റിക്കായി. അതിന് മുമ്പ് ഇന്ത്യൻ രാഷ്ട്രീയം സ്റ്റാറ്റിക് ആയിരുന്നു, സംഭവബഹുലമായിരുന്നില്ല. ഞാനൊക്കെ ഡൽഹി എത്തുന്ന സമയത്താണ് ഇന്ത്യൻ രാഷ്ട്രീയം സംഭവബഹുലമായി തുടങ്ങിയത്. ഇപ്പം 88 ചെല്ലുമ്പോഴാണ് ഈ പറയുന്ന ബൊഫോഴ്സ് കുംഭകോണം, രാജീവ് ഗാന്ധിയുടെ 4-3 ഭൂരിപക്ഷത്തിൻ്റെ ഗവൺമെൻറ് ഇങ്ങനെ ആടിക്കളിക്കുന്നു, കോൺഗ്രസ്സിൽ പിളർപ്പ്, ജനമോർച്ച, ജനതാദള്, എന്തിനേറെ ഓരോ ദിവസവും വലിയ പ്രക്ഷുബ്ധമാർന്ന രാഷ്ട്രീയങ്ങളായിരുന്നു അവിടെ. പിന്നെ അയോധ്യ മുൻനിർത്തിയുള്ള BJPയുടെ യാത്രകൾ, ഗുജറാത്ത് കലാപത്തിൻ്റെ ഗുജറാത്ത് കലാപം അതിനുശേഷം അത്ര ഒരുപാട് കഴിഞ്ഞിട്ടാണ്. 89 ശിലാന്യാസ്, 92 ബാബറി മസ്ജിദിൻ്റെ തകർച്ച, VP സിംഗിൻ്റെ വരവ്, VP സിംഗിൻ്റെ വീഴ്ച, ചന്ദ്രശേഖർ, അങ്ങനെ അനിശ്ചിതത്വം. 88 ഗവൺമെൻറ്, 89 ഗവൺമെൻറ്, 91 ഗവൺമെൻറ്. എത്ര ഇലക്ഷൻസാണ് ഇതിനിടയിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും സംഭവകരമായ
രാഷ്ട്രീയത്തിലൂടെയാണ് ഇന്ത്യ കടന്നുപോയത് ആ കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ ഡൽഹിയിൽ നിന്നുകൊണ്ട് ഇതൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം അല്ലെങ്കിൽ നിർഭാഗ്യം അവസരം ഉണ്ടായി എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ പിന്നീടുള്ള രാഷ്ട്രീയ യാത്രയിലും ഭയങ്കര ഒരു ബലമായില്ലേ, ബേസായി ആ സമയത്ത്. എന്താ കാരണം വെച്ചാൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്ത്യ എന്നുള്ളൊരു ആശയമുണ്ട്, ഒരു പ്രത്യേക ആശയത്തിലാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഡൽഹിയിൽ എത്തിക്കഴിയുമ്പോൾ ഈ ആശയമൊന്നും അല്ല ഇന്ത്യയുടെ ആശയം. നമ്മളിപ്പോൾ UP-യുടെ വനാന്തരങ്ങളിലേക്ക് പോകുന്നു, ഗ്രാമങ്ങളിലേക്ക് പോകുന്നു, ബീഹാറിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഇന്ത്യ അല്ല അവിടുത്തെ, എത്രയോ വ്യത്യസ്തമാണ്. ഇത് വേറെ ഒരു പക്ഷേ അന്യഗ്രഹ ജീവി ഇന്ത്യയിൽ വന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിൽ വന്നാൽ അവർക്ക് അനുഭവിക്കുന്ന അതേ അത്ഭുതവും വിസ്മയവും അന്താളിപ്പുമാണ് ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ഉത്തർപ്രദേശിൻ്റെ ഏതെങ്കിലും ഗ്രാമത്തിൽ പോയാൽ ഉണ്ടാകും. ഇപ്പം ഇവിടെ നമ്മൾ ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ഹിന്ദുസ് എല്ലാം ഒരുമിച്ച് താമസിക്കുന്നു, ഒരു വേർതിരിവില്ല. UP-യിലും ബീഹാറിലൊക്കെ പോകുമ്പോൾ ഠാക്കൂർമാർ ഒരു സ്ഥലത്ത് മറ്റേ ദളിതർ വേറെ, ഇവരും തമ്മിൽ യാതൊരു ഇൻട്രാക്ഷനും ഇല്ല. രാത്രിയുടെ ഏതെങ്കിലും അന്ത്യയാമങ്ങളിൽ ഏതെങ്കിലും ദളിത് ഗ്രാമങ്ങൾ ഇങ്ങനെ ചുട്ടുകരിക്കപ്പെടുന്നു, വർഗീയ കലാപങ്ങൾ. നമുക്കൊന്നും ഒരു തരത്തിലും ഒരു പൊരുത്തപ്പെടാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം അല്ല. അപ്പം എത്രയോ വ്യത്യസ്തമായിരുന്നു. അപ്പം അതൊക്കെ രൂഢമൂലമായ ഒരുപാട് പാഠങ്ങൾ നമ്മുടെ മനസ്സിൽ പകർന്നു ഇന്ത്യയെക്കുറിച്ചുള്ളത്. അന്ന് ദേശാഭിമാനിൽ ഇന്ദ്രപ്രസ്ഥം എന്ന പേരിലാന്ന് തോന്നുന്നു, ഇന്ദ്രപ്രസ്ഥം ഡയറി. ശരിക്കും ഈ ഇന്ദ്രപ്രസ്ഥം ഡയറി ആ സമയത്ത് ഈ ബാബറി മസ്ജിദിൻ്റെ ഓരോ മൂവ്മെൻറ്റും ഓരോ അതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളൊക്കെ അതിൽ നിന്നാണ് ഞാനൊക്കെ അറിഞ്ഞിട്ടുള്ള പ്രധാന ആശ്രയം ഒന്നതായിരുന്നു. ശരിക്കും ആ ദിവസം പോലും ബ്രിട്ടാസ് സാറിൻ്റെ അനുഭവം നേരിട്ട് അതിൻ്റെ ഒപ്പം സഞ്ചരിക്കണം. മലയാളത്തിലെ കേരളത്തിൽ നിന്നുള്ള അപൂർവ മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ, 3 പേരിൽ 2 പേരിൽ ഒരാളാണ്. ആ ദിവസം ഇപ്പോഴും ഓർമ്മിക്കുന്നു. ഇപ്പോൾ പാർലമെന്റിൽ ഇരിക്കുകയാണല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പങ്ങളെ സാരമായിട്ട് അഴിച്ചു പണിതൊരു സംഭവമാണ്, സത്യസന്ധമായി പറഞ്ഞാൽ. ഞാൻ അവിടെ ഞാൻ ഡൽഹിയിൽ എത്തുമ്പോൾ ആദ്യം എത്തിയതിൻ്റെ പിറ്റേന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോയത് എവിടെയെന്ന് വെച്ചാൽ EK നായനാർ അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തോടൊപ്പം ഖലിസ്ഥാൻ രൂക്ഷമായ തീവ്രവാദം അരങ്ങേറുന്നു. അന്ന് ഭയങ്കര പൊട്ടിത്തെറികളൊക്കെ, ഡൽഹിയിലൊക്കെ ഭയങ്കര ട്രാൻസിസ്റ്റർ ബോംബുകൾ, ആ ഒരു നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, കലാപരൂക്ഷിതമാണ്. ഇപ്പോൾ പഞ്ചാബൊക്കെ തീവ്രവാദത്തിൻ്റെ അങ്ങോട്ട് കോട്ടക്കൊത്തളങ്ങളാണ്. ആ സമയത്ത് സൻഗുരുവിൽ വെച്ച് ഒരു CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്, ഭയങ്കര സുരക്ഷാ കവചത്തിലാണ്. അന്ന് നായനാരാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് അസൈൻമെൻറ്റ് ഡൽഹിയിൽ എത്തിയപാടെ പിറ്റേ ദിവസം തണുപ്പത്ത് അദ്ദേഹത്തിനോടൊപ്പം സൻഗുരുവിൽ പോകുന്നു. എത്രയോ കരിമ്പൂച്ചകളുടെ അകമ്പടിയോടെ, ബ്ലാക്ക് കമാൻഡോസിൻ്റെ അകമ്പടിയോടെ ആ യാത്ര എന്നറിയും. അത്ര പ്രശ്നബാധിത സ്ഥലമാണ് പഞ്ചാബിൽ. അപ്പോൾ അന്ന് മുതൽ തുടങ്ങി എൻ്റെ ഈ ബാബറി മസ്ജിദിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യം 89-ൽ ശിലാന്യാസം കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം അയോധ്യയിൽ പോകുന്നു. അന്ന് ബൂട്ടാ സിംഗാണ് ആഭ്യന്തരമന്ത്രി. ഒരു രാത്രിയിൽ എന്താ പറയണ്ടേ, ഇരുട്ടി വെളുത്തപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് തർക്കപ്രദേശത്തെ തർക്കരഹിത പ്രദേശമായി മാറ്റി വിശ്വഹിന്ദു പരിഷത്തിന് അവിടെ ശിലാന്യാസം ചെയ്യാനുള്ള അനുവാദം കൊടുത്തു. അതാണ് എൻ്റെ ആദ്യത്തെ അയോധ്യ സംബന്ധിച്ചുള്ള ഇൻ്റർഫേസ്. അന്നൊക്കെ എനിക്ക് തോന്നുന്നു UP ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ കയറിയിട്ടാണ് നമ്മൾ അവിടെ എത്തിയത്. ഫൈസാബാദിൽ എത്തിയിട്ട് കുറേ നടക്കും, പിന്നെ കുറേ കുതിരവണ്ടി കയറും, അങ്ങനെ എന്താ പറയുക, ഇന്നത്തെ ഒരു സൗകര്യങ്ങളുമില്ലല്ലോ, അലഞ്ഞ് നടക്കുകയാണല്ലോ. പക്ഷേ ഈ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയാണ് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇപ്പോൾ ഈ രൂപത്തിൽ മാറ്റിയെടുത്തതും അതുതന്നെയാണ്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇന്ത്യയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും യഥാർത്ഥത്തിൽ അഴിച്ചു പണിയേണ്ടി വന്നതും ആ ബാബറി മസ്ജിദിൻ്റെ. ആ ദിവസം അത് പ്രതീക്ഷിച്ചിരുന്നോ? അന്ന് എങ്ങനെയായിരുന്നു ആ ദിവസം? ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് കുറേ പത്രക്കാരിങ്ങനെ ഫൈസാബാദിൽ മാത്രമേ താമസിക്കാനുള്ള സൗകര്യമുള്ളൂ. ഇന്നത്തെ പോലെ അയോധ്യ ഒരു മഹാനഗരമൊന്നുമല്ല. ഇന്നിപ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ എയർപോർട്ടൊക്കെ ആയെന്ന് പറയുന്നുണ്ടോ. അന്ന് ഫൈസാബാദിൽ 2 ഹോട്ടലുണ്ട്, ആകെ 2 ഹോട്ടലുള്ളൂ. ആ 2 ഹോട്ടലിലായിട്ടാണ് പത്രക്കാരൊക്കെ താമസിക്കുന്നത്. ഞങ്ങൾ ഈ ഫൈസാബാദിൽ നിന്ന് രാവിലെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഡിസംബർ 6, 92 ഡിസംബർ 6 രാവിലെ പുലർച്ചെ, അന്ന് നല്ല ശൈത്യമാണ്. ഉത്തരേന്ത്യയിൽ ഈ ഡിസംബർ കാലം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്, കുറച്ച് ചെറിയ കോടമഞ്ഞൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ രാവിലെ ഒരു അംബാസഡർ കാറിൽ നേരത്തെ പോയി സ്ഥലം പിടിക്കണം. ഈ കാഴ്ച കാണാനുള്ള സൗകര്യമാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാന പത്രക്കാരുടെ. രാവിലെ തന്നെ നമ്മൾ അവിടെ നിന്ന് കടന്നു. അപ്പോൾ ഈ പുലർച്ചെ ഈ അംബാസഡർ കാറിലൊക്കെ നമ്മൾ ഇരുന്ന് ഈ കോടമഞ്ഞ് വകഞ്ഞു മാറ്റി ഇങ്ങനെ അയോധ്യയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരിക്കലും ഈ ഇന്ത്യ എന്ന് പറഞ്ഞ വലിയൊരു രാഷ്ട്രത്തിൻ്റെ ഒരു
മതനിരപേക്ഷ പ്രതീകമായിട്ട് ഇങ്ങനെ നിൽക്കണ ഈ ബാബറി മസ്ജിദൊന്നും ഒരിക്കലും ഒരു അപകടവും നേരിടില്ല എന്നുള്ളൊരു വിശ്വാസമാണത്. ഈ നമ്മൾ അതുവരെ എന്ത് പരിപാടിക്ക് യു പി പോകുമ്പോൾ നമ്മൾ ആ വഴിക്കൊന്ന് പോകും. അത് ശരി. ഇപ്പം ഇലക്ഷൻ കവറേജ്, ശിലാന്യാസ്, എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ 89 പൊതു തിരഞ്ഞെടുപ്പ് നമ്മൾ കവർ ചെയ്യാൻ പോയപ്പോൾ എത്രയോ തവണ അയോധ്യയിലൂടെ നമ്മൾ കടന്നുപോയി. എന്നുവെച്ചാൽ അന്ന് അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് എപ്പോഴും നമ്മൾ അതിലൂടെയൊക്കെ പോയി ഒരു പടമൊക്കെ എടുത്തിട്ട് പോകും. അപ്പോൾ ഈ ബാബറി മസ്ജിദ് നമ്മുടെ മനസ്സിലിങ്ങനെ പതിഞ്ഞ് കിടക്കുകയാണ്. അതിൻ്റെ ഈ 3 താഴികക്കുടങ്ങളും ആ ഏരിയയും, പിന്നെ അത് ഒരുപാട് പ്രത്യേകത ഉണ്ടായിരുന്നു. അന്ന് ഇതൊരു ടെമ്പിൾ ടൗണാണ്. അത് പലർക്കും അറിയില്ല. നമ്മൾ ഈ അയോധ്യയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഈ ബാബറി മസ്ജിദിലേക്ക് പോകുമ്പോൾ ഇടതും വലതും ഇങ്ങനെ ക്ഷേത്രങ്ങളുടെ എന്താ പറയുക, ഒരു ഒരു നിരയാണ്. കുറേ പൂജാരിമാരും ചെറിയ ക്ഷേത്രങ്ങളും നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് അവർ അവിടെ എന്താ പറയുക നേർച്ചടിപ്പിക്കും. അതിൻ്റെ എന്താ കാരണം വെച്ചാൽ എല്ലാവരും പരസ്പരം മത്സരമാണ്. അപ്പോൾ നമ്മളോട് പറയും ഇവിടെയാണ് സീത ഇരുന്നത്, ഇവിടെയാണ് സീത പഠിച്ചത്. അങ്ങനെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ ക്ഷേത്രങ്ങളിലേക്ക് ആൾക്കാരെ ആകർഷിച്ചിരുന്ന ഒരു രസകരമായിട്ടുള്ള കാഴ്ചയുള്ള സ്ഥലമാണ്. ഇന്ന് ആ ക്ഷേത്രങ്ങളൊക്കെ അവിടുന്ന് 900 ക്ഷേത്രങ്ങൾ അവിടുന്ന് എല്ലാം പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ ഇവിടെയാണ് സീത ഇങ്ങനെ റൊട്ടി പരത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പത്രക്കാരൻ ചോദിച്ചു, ഈ സീത ഒരു രാജകുമാരിയായിട്ട് റൊട്ടി പരത്തേണ്ട വന്നോ എന്ന് ചോദിക്കുകയും ഈ പൂജാരി ശുഭതരാകുകയൊക്കെ ചെയ്യുന്നൊരു ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ളത് ഈ ബാബറി മസ്ജിദിൻ്റെ ആ ഒരു ദൃഢതയാർന്ന ഒരു നിൽപ്പാണ്. നല്ല ഒരു അച്ഛൻ നമ്മുടെ മനസ്സിലുള്ള ഒരു ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു മതനിരപേക്ഷ ഇന്ത്യയാണ്. അങ്ങനെ കുറച്ച് വർഗീയവാദികൾ വിചാരിച്ചാലൊന്നും ഇതിനെയൊന്നും പോറലേൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ആ ദിവസം പിന്നീട് ഈ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിലെ ആ ധാരണകളെ എല്ലാം കടപുഴക്കിക്കൊണ്ട് ഈ താഴെക്കൂടങ്ങളിങ്ങനെ പൊടിപടലങ്ങളായിട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ലയിക്കുന്നത് നമ്മളിങ്ങനെ കണ്ണുകൊണ്ട് കാണുന്നപ്പോൾ അതൊരു വലിയൊരു ഉൾക്കാഴ്ചയായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ഉൾക്കാഴ്ച. ഇന്ത്യ ഇരുണ്ട് തുടങ്ങി എന്നുള്ളത് ഞാനിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് വളരെ കേരളത്തിൽ തന്നെ എത്രയോ പത്രങ്ങൾ തർക്കമന്ദിരെന്നാണ് പറഞ്ഞത്. ഞാൻ മാത്രമാണ്, എനിക്കൊന്ന് 1-2 പത്രങ്ങൾ മാത്രമേ ഉള്ളൂ ബാബറി മസ്ജിദ് തകർത്തു എന്ന് നേരിട്ട് എഴുതിയത്. അന്നത്തെ വരികൾ പോലും എൻ്റെ മനസ്സിലുണ്ട്. അന്ന് ഈ അയോധ്യയിൽ നിന്ന് ഫൈസാബാദിലെത്തി അവിടുത്തെ ഈ ടെലിഗ്രാഫ് ഓഫീസിൽ പോയിടണം, എന്നാലേ മറ്റേ അയക്കാൻ പറ്റും. എനിക്ക് അന്ന് ഈ ടെലിപ്രിൻ്ററോ ആണ്, അത് വെച്ചിട്ട് അടിക്കുമ്പോൾ എനിക്കിപ്പോൾ അടിച്ച വരികൾ പോലും എൻ്റെ മനസ്സിലുണ്ട്. അതായത് ഈ രാവിലെ പുറപ്പെട്ടത് മതനിരപേക്ഷ ഭാരതത്തിൻ്റെ ചരമക്കുറിപ്പ് എഴുതാൻ വേണ്ടിയായിരിക്കുമെന്ന് ഒരിക്കലും നനച്ചിരുന്നില്ല എന്നാണ് എഴുതിയത്. അപ്പം അന്ന് തന്നെ ഈ മതനിരപേക്ഷ ഭാരതത്തിൻ്റെ ചരമക്കുറിപ്പ് ഞാൻ എഴുതി തുടങ്ങി എന്നുള്ള ഒരു സൂചന ആ വാർത്തയിലുണ്ട്. അപ്പം അതിനനുസരിച്ചാണ് വേണ്ടി ഇന്ത്യൻ രാഷ്ട്രീയം പ്രയാണം ചെയ്തത്. ഒരു പ്രവചന സ്വഭാവമുള്ള ഒരു വരികളായിരുന്നു യഥാർത്ഥത്തിൽ അത്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഇന്ത്യ മാറി തുടങ്ങിയത്. അവിടുന്ന് പിന്നെ നമ്മൾ വലിയൊരു കലാപം സ്റ്റാർട്ട് ചെയ്യണല്ലോ. അവിടുന്ന് നമ്മളെങ്ങനെ? എനിക്കിപ്പോഴും എനിക്ക് ആദ്യമായിട്ട് ഞാനിത് എവിടെയും പറയാത്തൊരു കാര്യമാണ്. അതായത് മറ്റൊരു പത്രാധിപരിൽ നിന്ന് ഒരു അഭിനന്ദനം എനിക്ക് കിട്ടിയത് അന്നാണ്. അതായത് അത് സാക്ഷാൽ KM മാത്തുക്കുട്ടിച്ചായിരുന്നു. അതായത് മനോരമയിൽ നിന്ന് ഒരു മുസ്തഫ ഇപ്പോഴും ഉണ്ട്, മുസ്തഫ അത് പറയും, പ്രസിഡന്റുമാണെന്ന് തോന്നുന്നു, അവർ കവർ ചെയ്യാൻ വന്നിരുന്നു. അവർ ഈ ബഹളമെല്ലാം കണ്ട് അപ്പോൾ പത്രക്കാർക്കെതിരെ ഭയങ്കര ഓൺസ്ലോട്ടായി. യഥാർത്ഥത്തിൽ അന്ന് ഒരുപാട് കൗതുകപൂർവമായ സംഭവങ്ങൾ നടന്നു. ഞങ്ങൾ ഈ ബാബറി മസ്ജിദിന് നേരെ ഓപ്പോസിറ്റ് ഒരു മനസ് ഭവൻ്റെ ടെറസിലാണ്. വെങ്കടേഷ് രാമകൃഷ്ണനുണ്ട്, സുഭാഷുണ്ട്, കുറേ ആൾക്കാരുണ്ട്, അജിത് കുമാർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇല്ല, എം ജി രാഷ്ട്രീയ അജിത് കുമാർ എന്ന് പറഞ്ഞാൽ ഡൽഹിയിലും മാതൃഭൂമിയിലുണ്ട്. പിന്നെ ഒരുപാട് നമ്മുടെ മുരളീധർ റെഡ്ഡി എന്നൊക്കെ പറഞ്ഞ മരിച്ചു, ഹിന്ദുവിൻ്റെ ലേഖൻ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഈ ബാബറി മസ്ജിദ് നേരെ ഓപ്പോസിറ്റ് ഒരു മനസ് ഭവൻ്റെ മുകളിലാണ് ഞങ്ങൾ, ടെറസിലാണ് ഞങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അവിടെ ഇങ്ങനത്തെ കുറേ ഭവനങ്ങളും ഉണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞൊരു ക്ഷേത്ര നഗരമാണത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇങ്ങനെ ഈ ടെറസിലേക്ക് പോകുമ്പോൾ ഈ വഴിയിലൊക്കെ ഈ സ്റ്റെപ്പിലൊക്കെ ഇങ്ങനെ ആൾക്കാർ ഈ കാവിത്തുണികളും മറ്റേ ഷോളുകളും മറ്റുമൊക്കെ വിൽക്കാനിട്ടിട്ടുണ്ട്. പലരും ജയ് ശ്രീറാം എന്നൊക്കെ പറഞ്ഞിട്ട്. ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ സിയ എന്ന് പറഞ്ഞാൽ സീത എന്നുള്ള അർത്ഥം. അപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് എല്ലാവരും എന്താണ് ഈ ജയ് ശ്രീറാം എന്ന് പറയുന്നത്? ശ്രീറാം. അപ്പോൾ ശ്രീറാം എന്ന് പറയുന്നത് സീതയുടെ രാമൻ എന്നുള്ള അർത്ഥത്തിലാണ്. സീതയ്ക്ക് ഒരു പ്രാധാന്യമുണ്ടത്. അപ്പോൾ ഇങ്ങനെ ജയ് ശ്രീറാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഷോളുകളും ഇതൊക്കെ കൊടുക്കുന്നുണ്ട്.
അതിനൊക്കെ 10 റുപ്യ 15 റുപ്യ 20 റുപ്യയ്ക്ക് വിറ്റുകൊണ്ടിരുന്നത്. ആ ഞങ്ങൾ മുകളിലെത്തി ഈ ബാബറി മസ്ജിദ് ഇങ്ങനെ തകർക്കുകയാണ്. അതായത് ആദ്യം ഇങ്ങനെ ഞങ്ങളൊക്കെ തമാശ പറഞ്ഞിരിക്കുന്നു. അപ്പം ഞങ്ങളുടെ തൊട്ട് മുമ്പിൽ ബാബറി മസ്ജിദിനോട് ചേർന്നൊരു സ്റ്റേജ് വേദി കെട്ടിയിട്ട് അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി, സദ്വി, ഋതംപുര, ഗോവിന്ദാചാര്യ, അങ്ങനെ കുറേ നമുക്ക് പരിചിതമായിട്ടുള്ള മുഖങ്ങളൊക്കെ ഉണ്ട്. കുറേ ആൾക്കാരുണ്ട്, അശോക് സിംഗൾ, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം കുറേ മന്ത്രോച്ചാരണങ്ങളും ജയ് ശ്രീറാം വിളികളൊക്കെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കാഷ്വലായി കണ്ടുകൊണ്ടിരുന്നു, കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പൊടുന്നനെയാണ് അന്തരീക്ഷം ഇങ്ങനെ അങ്ങ് മാറുന്നു. ഒരു കപ്പിയും കയറും ഇട്ട് ആൾക്കാർ ഈ വാനരന്മാരെ പോലെ ഇങ്ങനെ ബാബറി മസ്ജിദിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആൾക്കാർ ഇരച്ച് കയറുകയാണ്. അതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ ഉണ്ട്. ഇരച്ച് കയറുന്നു. അവരുടെ കയ്യിലൊക്കെ ആയുധങ്ങൾ, പിക്കാക്സും മറ്റും കാര്യങ്ങൾ, ഷവലും ഒക്കെ ആയിട്ട്. പിന്നെ അങ്ങോട്ട് ഇടിച്ചുപൊളി ആരംഭിക്കുന്നു. ഈ കുത്തും പൊളിയും അങ്ങ് അപ്പോഴേക്കും ഈ എന്താ പറയുക അന്തരീക്ഷം അങ്ങ് മാറുന്നു. പൊതുവേ അന്ന് തണുപ്പുള്ള സമയമാണ്, അല്പം മഞ്ഞിൻ്റെ ഒരു സംഭവമുണ്ട്. ഈ പൊട്ടിപടലം കൂടി വന്നപ്പോഴും ഈ മന്ത്രോച്ചാരണങ്ങളൊക്കെ അങ്ങോട്ട് വലിയ ശബ്ദത്തിലേക്കായി. ഇന്നത്തെ ചില വാചകങ്ങളുണ്ട്. മുരളി മനോഹർ ജോഷിയുടെ തോളിലേക്ക് ഇങ്ങനെ ചാഞ്ഞു കിടക്കുന്ന ഉമാഭാരതിയുടെ ഒരു രംഗമുണ്ട്. ഏക് ദക്ക ഓർദോ, ഒരിടിയും കൂടെ കൊടുക്ക്, വിളിച്ചു പറയാണ്. അപ്പം മൈക്കാണ് പലയിടത്തുള്ളത്. അപ്പോൾ ഇതൊക്കെ സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ. അപ്പോഴേക്കും നമുക്ക് മനസ്സിലായി ഇത് തീർന്നു എന്നുള്ളത്. എന്ന കാരണം അതല്ലെങ്കിൽ ഒരു ഇടി ശേഷം അവിടെ ഈ അർദ്ധസേന വരേണ്ടതാണ്. ഈ സരയൂ നദിയുടെ, ഈ അയോധ്യയുടെ അടുത്തോടെ ഒഴുകുന്നൊരു നദിയുണ്ട്, സരയൂ നദി. സരയൂ നദിയുടെ കരയിൽ CRPF ഉൾപ്പെടെ കേന്ദ്രസേന ഇങ്ങനെ ക്യാമ്പ് അടിക്കുന്നുണ്ട്. ഒരാൾ പോലും അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല, ഒരാൾക്ക് മൂവ്മെൻറ്റ് കൊടുക്കുന്നില്ല, അങ്ങോട്ട് പോകാനുള്ള അനുമതി കൊടുക്കുന്നില്ല. അപ്പോൾ എന്തോ ആസൂത്രിതമായി അപ്പം നമുക്ക് ബോധ്യപ്പെട്ടു ഇത് തീരാൻ പോവുകയാണെന്നുള്ളത്. അപ്പോഴേക്കും പത്രക്കാർക്കെതിരെ വലിയൊരു അറ്റാക്ക് അങ്ങ് ആരംഭിച്ചു. ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട മീഡിയ ഉണ്ട്, BBC ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കെതിരെയും വലിയ അറ്റാക്ക് അങ്ങ് ആരംഭിച്ചു. ക്യാമറയുള്ളതൊക്കെ അടിച്ച് തകർത്തു തുടങ്ങി പലരും. അപ്പം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. പത്രക്കാരാരോടോ അവരെ വകവരുത്തുന്ന രീതിയിലേക്കുള്ള വലിയ അറ്റാക്കാണ് നടക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ താഴേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഏറ്റവും നല്ല ബുദ്ധി. ഞാൻ അന്ന് ആദ്യം കയറിപ്പോകുമ്പോൾ വില പറഞ്ഞതിനേക്കാളും 3 ഇരട്ടി അപ്പം വില കൂട്ടിയുമാർ. പക്ഷെ എന്നാലും വേണ്ടില്ല, ഒരു ഷോള് എത്രയോ 50 രൂപ മറ്റോ കൊടുത്ത് മേടിച്ച് അത് പല കഷ്ണങ്ങളായി ഞങ്ങൾ കീറി തലേ കെട്ടി ഒരു കർസേവകരുടെ സ്വഭാവത്തിലാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയത്. പക്ഷെ മനോരമയുടെ ഫോട്ടോഗ്രാഫറും മറ്റും എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ ഫിലിമെൻ്റ് എടുത്തിട്ട് ഈ ക്യാമറ കണ്ടാൽ അടി കിട്ടുന്നതുകൊണ്ട് ക്യാമറ അവിടെ ഏതോ ഒരു വീട്ടിലോ ഒരു കടയിലോ ഒരു സബ്ജി കടയിലോ ഉപേക്ഷിച്ചിട്ട് പോയി. ഞങ്ങൾ പക്ഷേ അന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട ശേഷം പിറ്റേ ദിവസം ഞങ്ങളിവിടെ എത്തി. അപ്പം ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് ഒരു താൽക്കാലിക ക്ഷേത്രം അപ്പോഴേക്കും മസ്ജിദിനെ ഈ താഴികക്കൂടങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അയച്ചിരുന്ന കേന്ദ്രസേന ഈ താൽക്കാലിക ക്ഷേത്രത്തിന് സംരക്ഷണം ഒരുക്കിയിരിക്കുകയാണ്. നോക്കുക, എന്താണ് നമ്മുടെ സാഹചര്യങ്ങൾ തലകീഴായി മറിയുന്നു. ബാബറി മസ്ജിദിൻ്റെ സ്ഥാനത്തേക്കൊരു താൽക്കാലിക ക്ഷേത്രം വരുന്നു. ആ താൽക്കാലിക ക്ഷേത്രത്തിൻ്റെ സുരക്ഷിതത്വം അവിടെ ഉറപ്പുവരുത്തുന്നു. ഞങ്ങൾ അവിടെയെല്ലാം പോയി കണ്ടു. അപ്പോഴേക്കും ശാന്തമായി അന്തരീക്ഷം. മറ്റു സ്ഥലങ്ങളിൽ അപ്പോഴേക്കും കലാപങ്ങൾ ആരംഭിച്ചിരുന്നു. അതും വ്യക്തമാക്കേണ്ട സാധനമാണ്. പക്ഷേ ഈ മുസ്തഫയും പ്രസന്നനും ഉപേക്ഷിച്ച ക്യാമറ തേടി ഞങ്ങൾ എത്തി. അപ്പോൾ ഈ വെങ്കടേശൻ്റെ ഡ്രൈവറുണ്ട്, ഒരു ബില്ലു എന്ന് പറഞ്ഞു, എനിക്കിപ്പോഴും അവൻ്റെ പേര് ഓർമ്മയുണ്ട്. അത് തട്ടിമാടനാണ്. അപ്പം ബില്ലു ആണ് നേതൃത്വം നൽകുന്നത്. അപ്പം ബില്ലു അവിടുത്തുകാരനാണ്, UP-കാരനാണ്. അപ്പം ബില്ലുവിൻ്റെ നേതൃത്വം ഞങ്ങൾ ആ കട ചെന്നപ്പോൾ അവൻ ആദ്യം അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ ആ ബില്ലു ഒരു വിരട്ടിയപ്പോൾ ഈ ക്യാമറ എടുത്തു തന്നു. അന്ന് വളരെ വിലപിടിപ്പുള്ള ക്യാമറയാണ് ഇവർ ഉപേക്ഷിച്ചിട്ട് പോയത്. അപ്പോൾ ആ ക്യാമറ പിന്നീട് ഞാനാണ് കൊണ്ടുപോയി ഡൽഹിയിലെത്തി മലയാള മനോരമയ്ക്ക് തിരിച്ചു കൊടുക്കുന്നത്, ബ്യൂറോയിൽ കൊടുക്കുന്നത്. അതിന് മാത്തുക്കുട്ടിച്ചായൻ്റെ വക വലിയൊരു അഭിനന്ദന കത്ത് എനിക്ക് അന്ന് അവർ അയച്ചു തന്നു. അപ്പം ഒരുപക്ഷെ മാത്തുക്കുട്ടിച്ചായൻ മറ്റൊരു സ്ഥാപനത്തിലെ അതും എതിർചേരിയിലുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഒരു പത്രാധിപർക്ക് ഒരു അഭിനന്ദന കത്ത് ആദ്യമായിട്ടോ അവസാനമായിട്ടോ അയച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് പിന്നെ ഇപ്പം ഇരിക്കുമ്പോൾ പാർലമെൻറ്റിൽ, അതായത് അതിലൊരു വേറൊരു വൈരുദ്ധ്യം തലകുത്തനെ പറഞ്ഞല്ലോ. അന്ന് ഈ പള്ളി പൊളിക്കുന്ന കാലത്ത് റിപ്പോർട്ട് ചെയ്യാൻ പോയ ആൾ ഇന്ന് അവിടെ അമ്പലം ഉണ്ടാകുമ്പം പാർലമെൻറ്റിൽ ഇരിക്കുകയാണ്. അവിടെ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടോ അത്? ഞാനിതെല്ലാം യഥാർത്ഥത്തിൽ ഞാൻ ഓരോ പ്രസംഗം ചെയ്യുമ്പോഴും ഈ അയോധ്യ സംബന്ധിച്ചും ഈ പ്രാണപ്രതിഷ്ഠ സംബന്ധിച്ചും
പ്രധാനമന്ത്രിയുടെ ഈ മുഖ്യ പുരോഹിതൻ്റെ വേഷം കെട്ടലിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ അന്തർലീനമായി കിടക്കുന്നത് ആ ദൃശ്യങ്ങളാണ്. ഡിസംബർ 6, 1992 ആ ദൃശ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഈ ഒരു ബാബറി മസ്ജിദ് ഇങ്ങനെ എന്താണ് ധൂളികളായിട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ ലയിച്ചു പോകുന്ന ആ രംഗം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഉത്തരേന്ത്യയിൽ ആകമാനം പൊട്ടിപ്പുറപ്പെട്ട വർഗീയ കലാപങ്ങൾ, ചോരച്ചാലുകൾ, അവിടെയൊക്കെ പോയി റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം, ഒരു മനുഷ്യൻ്റെ ദൈന്യത, എങ്ങനെയാണ് ഒരു പൊടുന്നനെ മനുഷ്യൻ ഈ പറഞ്ഞ പോലെ ഹിംസയുടെ വക്താക്കളായി മാറുന്നത്, മൃഗങ്ങളെക്കാൾ മോശമായ രീതിയിൽ പരസ്പരം പോരടിക്കുന്നത്, ആ രംഗങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഉത്തരേന്ത്യ എങ്ങനെ മാറി, കലുഷിതമായി, മനുഷ്യത്വമൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ ചോർന്ന് വാർന്നു പോകുന്നത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടത്. ഒരുപക്ഷെ ഇന്ന് ഞാൻ പാർലമെൻറ്റിലൊരു MP ആയി ഇരുന്ന് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ ആ പ്രതിപാദനത്തെ സഹായിക്കുന്നതോ അല്ലെങ്കിൽ അതിനൊരു ദിശാബോധം നൽകുന്നതുമായിട്ടുള്ളത് ഈ രംഗങ്ങൾ തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. പിന്നെ അവിടുന്ന് ഈ റിപ്പോർട്ടിങ്ങിൽ ഇറാഖ് യുദ്ധത്തിലും റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. ആ തരത്തിലുള്ള വ്യത്യാസം എൻ്റെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനത്തെയുള്ള സംഭവങ്ങളാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇറാഖ് യുദ്ധം. അന്ന് ഒരുപാട് യഥാർത്ഥത്തിൽ എഴുതുവാണ് രസകരമായിട്ടുള്ള ഒരുപാട് കൗതുകങ്ങളുണ്ട്. എനിക്ക് പിന്നെ UAE വിസയൊന്നുമില്ല, നേരെ ഇറാഖ് വിസ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡമാസ്കസിൽ വന്ന് ചാടി. സിറിയയുടെ തലസ്ഥാനം ഡമാസ്കസ് എന്താണെന്ന് ദൈവത്തിന് അറിയുമോ. അപ്പോൾ ഡമാസ്കസ് എയർപോർട്ടിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ വിസ ഇല്ലാത്തതുകൊണ്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ തന്നെ കഴിയണം. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് ഈ പറയുന്ന പോലെ ഈ കള്ള ടാക്സി എന്ന് പറയുന്ന പോലെ ഈ കള്ള എയർക്രാഫ്റ്റുകൾ പോകും. കള്ള എയർക്രാഫ്റ്റിനെ പോകാൻ പറ്റുള്ളൂ. എന്ന കാരണം എന്ന് വെച്ചാൽ അപ്പോഴേക്കും ഐക്യരാഷ്ട്രസഭ ഒരു വ്യോമ നിരോധിത മേഖലയായിട്ട് അത് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഒരു സർവീസും ഇല്ല, ബാഗ്ദാദിലേക്ക് സർവീസുകളില്ല, ഒഫീഷ്യൽ സർവീസില്ല, അല്ല UN സാങ്ഷൻ ചെയ്യുന്ന സർവീസുകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ സിറിയയിൽ ഇങ്ങനെ എയർപോർട്ടിൽ ഇപ്പം എന്തെല്ലാം അനിശ്ചിതത്വം നോക്കുക, ഇതിനൊക്കെ പോകേണ്ടിയിരുന്നു എന്നൊക്കെയുള്ള ആലോചിക്കുന്ന സമയങ്ങളാണ്. കാരണം വെച്ചാൽ അപ്പോൾ പെട്ടെന്ന് 2-3 ആൾക്കാർ വന്നിട്ട് ഈ നമ്മുടെ ഈ മറ്റേ എന്താ പറയുക നമ്പർ ലോട്ടറി പോലെ ഒരു കടലാസിൽ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ബാഗ്ദാദ് വിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെല്ലുന്നു, എത്ര $200 $250 കൊടുത്ത് ഈ ചിട്ട് മേടിക്കുന്നു, നമ്മളെ കൊണ്ടുപോയി വിമാനത്തെ കൊണ്ടിരുത്തുന്നു. സീറ്റ് ബെൽറ്റൊന്നുമില്ല, എയർ ഹോസ്റ്റസുമാരില്ല. അപ്പോൾ അന്ന് ഈ വിമാനങ്ങൾ ഈ ചെറിയ കണ്ടം ചെയ്ത വിമാനങ്ങളാണ്. ഈ കാലപരിധി കഴിഞ്ഞിട്ട് സർവീസ് ചെയ്യാത്ത വിമാനങ്ങളൊക്കെ അതൊക്കെ ഏറ്റെടുത്തിട്ട് ഇങ്ങനെ കള്ള ടാക്സി നടന്ന പോലെ നടത്തുകയാണ്. അപ്പോൾ അവിടെ ഈ ഷിയ തീർത്ഥാടകരാണ് അങ്ങോട്ട് പോവുക. അവരുടെ ഷിയയുടെ ഒരുപാട് ഷൈൻസ് ഉള്ള സ്ഥലമാണ് ഈ പറഞ്ഞ ബാഗ്ദാദ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതാണത്. അപ്പോൾ തീർത്ഥാടകർക്ക് ഈ തീർത്ഥാടനത്തിൽ അങ്ങോട്ട് ജീവൻ പൊലിഞ്ഞു പോയാലും കുഴപ്പമില്ല, അതൊരു പുണ്യകർമ്മമായിട്ടാണ് അവർ കാണുന്നത്. നമുക്കങ്ങനെയല്ലല്ലോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഈ വിമാനത്തിൽ കയറി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കള്ള ടാക്സി പോലെ. അപ്പം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ റോയിറ്റേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഇക്കണോമിസ്റ്റിൻ്റെ ഒരു ലേഖനാണ്. അയാളിതുപോലെ വന്ന് പോവുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്നെ അത്ഭുതപ്പെട്ട അയാൾ, നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ട് ഇത്രയും ദൂരത്തുനിന്ന് ഇങ്ങനെ ഇത് കവർ ചെയ്യാൻ വേണ്ടി, ഞങ്ങളൊക്കെ തരുന്നില്ലെന്ന് ചോദിക്കുന്നത്. റോയിറ്റേഴ്സൊക്കെയാണ് തോന്നുന്നത്, ഞങ്ങളിതൊക്കെ തരുന്നില്ല നിങ്ങൾക്ക്, നിങ്ങളതിൻ്റെ എടുത്താൽ പോരെ എന്നുള്ളതാണ് ചോദ്യം. ഞാനും അത്ഭുതപ്പെട്ടു, എന്ത് റിസ്ക്കാണെന്ന് നോക്ക് ഇത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരുപക്ഷെ നമ്മുടെ മനസ്സിലുള്ള ഇമേജസ് എല്ലാം ഇങ്ങനെ മാറുകയാണ്. അതുവരെ ഒരു ശരാശരി പ്രേക്ഷകൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ വായനക്കാരൻ്റെ മനസ്സിൽ ഇറാഖ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പൈശാചികമായിട്ടുള്ളൊരു ഇടമാണ്. ഈ മനുഷ്യനെ ഇങ്ങനെ പച്ചയ്ക്ക് തിന്നുന്ന ഒരു ഭരണാധികാരി, ജനങ്ങളൊക്കെ ഭയങ്കര കാടന്മാർ, ബാർബേറിയൻസ്, അങ്ങനെയൊക്കെ ഒരു ചിന്തയാണല്ലോ ഇപ്പോഴും ആൾക്കാർക്കുണ്ടാവും. പക്ഷെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ കേട്ടതും കണ്ടതും ഒന്നും അല്ല, നമ്മൾ അനുഭവിക്കുന്നത് വേറെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ കണ്ട ദൃശ്യങ്ങളൊന്നും അല്ല. ഈ ബാഗ്ദാദ് നഗരത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന തെളിനീരായിട്ടൊഴുകുന്ന ടൈഗ്രീസ് നദി, ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിച്ച സാധനങ്ങളാണ്. പിന്നെ ഒരു 10-14 ദിവസം പറ്റി നമ്മളവിടെ നിന്നു. എന്തെല്ലാം അനുഭവങ്ങളാണ്, എന്ത് മര്യാദക്കാരായിട്ടുള്ള പരിഷ്കൃതരായിട്ടുള്ള സുന്ദരന്മാരായിട്ടുള്ള മനുഷ്യന്മാരവിടെ ഉള്ളത്, ആൾക്കാർ, എന്തൊരു പെരുമാറ്റം. ആ ഒരു സ്ഥലത്തെയാണ് ഈ പറയുന്ന
അമേരിക്ക ഒരു ബാർബറിക് ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടത് എങ്ങനെയാണ് ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കിയ ഒരു സ്ഥലമാണ്. എന്നെ തൊട്ടടുത്ത് നിന്ന് മറ്റേ ക്യാമറയിൽ അപ്പ് ചെയ്യുന്നവൻ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, പിന്നെ ഇത് ജനാധിപത്യത്തിന് വേണ്ടിയുള്ളൊരു യുദ്ധമാണ് എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ തൊട്ടപ്പുറത്ത് തോളോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്താ പറയണത്, ഇത് അധിനിവേശമാണെന്ന് ഞാൻ പറയുന്നു. അപ്പം ഒരേ സ്ഥലത്തിരുന്ന് രണ്ട് ക്യാമറകൾ പറയുന്ന കഥകളിലുള്ള അന്തരമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യൻ അല്ലെങ്കിൽ ലോക രാഷ്ട്രീയത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ. നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മളാണ് കാണുന്നത്. അപ്പം എത്രത്തോളം വൈരുദ്ധ്യം നിറഞ്ഞൊരു മേഖലയാണ് ഈ മാധ്യമ പ്രവർത്തനം. അന്നാണ് ഈ അമേരിക്കയുടെ എംബഡഡ് ജേർണലിസം ശക്തമായത്. എന്നുവെച്ചാൽ അവരുടെ ഒരു ഫോറിൻ പോളിസിക്ക് സഹായകരമാകുന്നൊരു നിലപാടുമായിട്ടാണ് അവരുടെ ക്യാമറകൾ, ഫോക്സിൻ്റെ ആണെങ്കിലും CNN ആണെങ്കിലും ABCD ആണെങ്കിലും ക്യാമറകൾ അവിടെ നിരന്നു നിൽക്കുന്നത് മുഴുവൻ ഈ പറഞ്ഞ അമേരിക്കൻ ഫോറിൻ പോളിസിയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിലെ ഏറ്റവും ഒറ്റപ്പെട്ട ഒരു ശബ്ദമായിരുന്നു നമ്മുടെയൊക്കെ ശബ്ദം. ഒന്ന് ചിന്തിച്ചു നോക്കുക. അന്ന് ബാഗ്ദാദിൽ ആദ്യം ലാൻഡ് ചെയ്തൊരു ഇന്ത്യൻ ജേർണലിസ്റ്റ് ആയിരുന്നു ഞാൻ. ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്കിപ്പോഴും. അതായത് ഈ പറഞ്ഞ നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ പഠിച്ച പുസ്തകങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ട നബുക്കഡ് നാസറിൻ്റെ ഹാങ്ങിങ് ഗാർഡൻസ്, അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൊളംബടിനാഥൻ കേട്ട സ്ഥലങ്ങൾ, ബേബൽ ഗോപുരം, പിന്നെ സെൻറ് തോമസ് ഇന്ത്യയിലേക്ക് കപ്പൽ കയറിയ ബസ്ര തുറമുഖം, യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ ഭാഷ അരാമിക് ഭാഷ പഠിക്കുന്ന ആൾക്കാർ, അങ്ങനെ എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മൾ കടന്നുപോയത്. പിന്നെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ആ ടൈഗ്രീസ് നദിക്കരയിൽ ഈ പറഞ്ഞ മദർ തെരേസയുടെ ഒരു കോൺവെൻ്റ് ഉണ്ടായിരുന്നു, സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ. 3-4 മലയാളികളുണ്ടായിരുന്നു. അവർ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോഴും അവരോടെ തന്നെ ഉണ്ടായിരുന്നു. അവർ ഈ പറഞ്ഞ ആദ്യകാലത്തെ യുദ്ധത്തിൽ കൈയും കാലും ഇല്ലാതെയൊക്കെ പിറന്ന ഈ റേഡിയേഷൻ വന്ന് ലക്ഷക്കണക്കിന് കുട്ടികൾ ഈ ഊമ്പിൽ കിടന്നുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അവർക്ക് ഒരുപാട് എന്താ പറയണ്ടേ പ്രശ്നങ്ങളുണ്ടായി. ആ കുട്ടികളൊക്കെ പ്രസവിച്ച് കഴിയുമ്പോൾ പലരെ ഉപേക്ഷിക്കുമ്പോൾ അവരെയൊക്കെ എടുത്ത് വളർത്തുന്നൊരു അനാഥ മന്ദിരമായിരുന്നു. അപ്പം എന്തെല്ലാം കാഴ്ചകളാണ് യഥാർത്ഥത്തിൽ കണ്ടത്. ശരിക്കും ജീവിതത്തിലൊരു നമ്മളൊരു അധ്യായത്തിനപ്പുറം ഒരു ജീവിതം തന്നെയാണ് അവിടെ നമ്മൾ കടന്നു പോയത്. അതിനുശേഷം നമ്മൾ സാധാരണ നമ്മൾ കാണാൻ അത്രയും വലിയൊരു മാധ്യമപ്രവർത്തന ജീവിതത്തിൽ പിന്നെ നമ്മളങ്ങ് സൈഡാവുക അല്ലെങ്കിൽ മുതിർന്ന മാധ്യമപ്രവർത്തനം ആവുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾ വേറെ മറ്റൊരു ദൗത്യം ഏറ്റെടുത്താണ് വരുന്നത്. കൈരളി ചാനൽ തുടങ്ങുമ്പോൾ ഒരുപക്ഷെ അതിലേക്ക് താങ്കളെ പിക്ക് ചെയ്തത് ആ നേതൃത്വത്തിൻ്റെ തീരുമാനത്തിന് കാരണമായിട്ടുണ്ടാവുക എന്തായിരിക്കും? അന്ന് അത് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ആവാം എന്നുള്ളത്? എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്താ കാരണം വെച്ചാൽ ഞാനന്ന് അപ്പോൾ കൈരളിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ബാഗ്ദാദിലേക്ക് പോയത്. അപ്പോൾ അന്ന് കൈരളിയുടെ ആ റിപ്പോർട്ട്സൊക്കെ ഭയങ്കര ശ്രദ്ധാപൂർവ്വം റിപ്പോർട്ട്സ്. എനിക്കിപ്പോൾ എന്നെക്കൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സും ഇന്ത്യ ടുഡേയൊക്കെ അന്ന് ലേഖനം എഴുതിപ്പിച്ചിരുന്നു അവിടുത്തെ സംഭവങ്ങളെക്കുറിച്ച്. അന്ന് ചെറിയ ചെറിയ നുറുങ്ങുകൾ പോലും വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അവിടുത്തെ പിന്നെ ബാഗ്ദാദിലെ ഒരു തെരുവ് മുഴുവൻ ഒരു മാർക്കറ്റ് മുഴുവൻ കിളികളുടെ മാർക്കറ്റാണ്. പറഞ്ഞാൽ വിശ്വസിക്കുമോ? ചെറിയ ചെറിയ കിളികൾ, ഈ തത്ത പോലത്തെ കിളികൾ ഇങ്ങനെ കൊടുക്കുന്ന മാർക്കറ്റ്. നമ്മൾ അത്ഭുതപ്പെട്ടത് ഇങ്ങനൊരു മാർക്കറ്റോ? അപ്പോൾ എന്തിനാണ് ആ മാർക്കറ്റ്? അതായത് ഈ കിളികളെ മേടിച്ചുകൊണ്ട് ഓരോരുത്തരും അവരുടെ വീടിന് മുമ്പിൽ കൊണ്ട് തൂക്കിയിടും. എന്തെങ്കിലും രാസായുധമോ അല്ലെങ്കിൽ മറ്റു യുദ്ധം വരുമ്പോൾ ആദ്യം ഈ കിളികളുടെ ചിലമ്പൽ കേൾക്കുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുക. അപ്പോഴേക്കും അവർ ബങ്കറുകളിലേക്ക് പോകും. ഇത് എങ്ങനെ നോക്ക്, ലോകം എത്രത്തോളം വ്യത്യസ്തമാണ്. പിന്നെ അവിടെ ഈ ബോംബ് വർഷിച്ച് ഈ ഐക്യരാഷ്ട്രസഭയുടെ ഗൈഡ് ലൈൻസ് ഒക്കെ ലംഘിച്ചുകൊണ്ട് ഒരു ബങ്കറിലൊന്നും സിവിലിയൻ ബങ്കറുകളിലൊന്നും ബോംബിടാൻ പാടില്ല എന്നുള്ളതാണ് നിയമം, അലിഖിതമായ നിയമമായി. നമ്മളെപ്പോഴും ഈ ക്രൂരകൃത്യങ്ങളെയും കുറ്റകൃത്യങ്ങളെയും കാണുമ്പോൾ അതിൽ പലപ്പോഴും ഒരു വേർതിരിവ് വരുത്തുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ആര് മരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടെ ഈ ബാഗ്ദാദിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളൊരു രംഗം, ഒരു സിവിലിയൻ ബങ്കറിലേക്ക് അമേരിക്ക ഒരു ലേസർ ഗൈഡഡ് ബോംബ് അയച്ചു. അപ്പോൾ ഈ ബങ്കറിൻ്റെ ഈ ചെറിയ കിളി വാതിലിലൂടെ ഇങ്ങനെ പ്രവേശിച്ച് ലേസർ ഇത് വന്ന് പൊട്ടി. അപ്പോൾ 400 പേരോ മറ്റും അവിടെ ഉണ്ടായിരുന്നു. ആ 400 പേരും അവിടെ ചത്തുപോണു. അതും ഭയങ്കര ഈ പറഞ്ഞ ചൂടല്ലേ ഈ ബോംബ്. അപ്പം തലേദിവസം രാത്രി വിവാഹം കഴിച്ച 2 ചെറുപ്പക്കാർ അവർ ആലിംഗനബദ്ധരായി അവരുടെ ബ്രൈഡൽ ഡ്രസ്സ് വിവാഹ വസ്ത്രത്തിൽ തന്നെ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബോംബ് പൊട്ടുന്നത്. അവർ അതേപോലെ തന്നെ ഭിത്തിയിലേക്ക് ഉരുകിച്ചേർന്നത് നമുക്ക് കാണാം. അതിൻ്റെ ആ രൂപം കാണാം. അതൊക്കെ അവിടെ ഉണ്ട്.
അങ്ങനത്തെ എനിക്കൊന്ന് അല്ലമേറിയ ബങ്കറാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തെല്ലാം ദൃശ്യങ്ങളാണ് ഒരു പക്ഷേ നമുക്കൊരു മാധ്യമപ്രവർത്തന നിലയിൽ കാണേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ അതൊക്കെ എനിക്കൊരു ഐ ഓപ്പണറായിരുന്നു. എന്താ കാരണം ഈ ലോകം ഇങ്ങനെയാണ്. പക്ഷേ ആരെങ്കിലും അമേരിക്കയെ ഒരു യുദ്ധ കൊലയാളിയായിട്ടോ അല്ലെങ്കിൽ ഭീകരനായിട്ടോ പ്രഖ്യാപിക്കുന്നുണ്ടോ? ഏതെങ്കിലും അന്താരാഷ്ട്ര കോടതിയിൽ ആ ഭരണാധികാരിയെ വിചാരണ ചെയ്യുന്നുണ്ടോ? വിചാരണ ചെയ്യുന്നില്ല. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഈ പറഞ്ഞ പോലെ റേഡിയേഷൻ ബാധിച്ച് അവർ മരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന കുട്ടികൾക്കൊക്കെ അംഗഛേദം സംഭവിക്കുന്നു. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിലൊരു ഇനി കൈരളിയിലേക്ക് വരുമ്പോൾ എന്താണ് അതിന് ചേരവുകാരം എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിരുന്നത്. പക്ഷെ അന്ന് കൈരളി വലിയ പ്രതിസന്ധിയിലായിരുന്നു. ശമ്പളം കൊടുക്കാനില്ല, ഇത് ചിലപ്പോൾ പൂട്ടിപ്പോകുമെന്നും പറയുന്നു, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോഴാണ് എന്നോട് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു 2 CEO അപ്പോഴേക്കും കടന്നുപോയി. 2003. അപ്പോൾ എന്നോട് എൻ്റെ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞു, എൻ്റെ എല്ലാ സുഹൃത്തുക്കളും പറഞ്ഞു, ഇത് എടുത്ത് തലയിൽ വെച്ചാൽ ഇതൊരു ബോംബായിട്ട് പൊട്ടി എന്ന് എന്നോട് എൻ്റെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ പറഞ്ഞു. അത് മാത്രമല്ല, തിരുവനന്തപുരം ഒരുപാട് ചതിക്കുഴികളുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ പോയി ഞാനാണെങ്കിൽ വളരെ സ്വച്ഛന്തമായിട്ട് ഈ പറഞ്ഞ ഡൽഹിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുക, വളരെ മനോഹരമായി, യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഒരു സ്വൈര്യവിഹാരത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ എന്തോ, പക്ഷെ ഒരു ഉത്തരവാദിത്വമല്ലേ. എനിക്കാണ് മാനേജ്മെൻറ്റ് ചുമതലകളൊന്നും എനിക്കറിയില്ല, ഞാൻ അങ്ങനെ പഠിച്ചിട്ടുമില്ല, ആ മേഖലയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുമില്ല. ഒരു പത്രക്കാരൻ മാത്രമാണ്, തനി പത്രക്കാരനാണ്. അപ്പോൾ തനി പത്രക്കാരന് ഈ മാനേജ്മെൻറ്റ് വഴങ്ങുമോ? വേറൊന്നും കൂടിയുണ്ട്. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഒരു പത്രത്തിൻ്റെ, ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ പത്രാധിപരാകുക അല്ലെങ്കിൽ CEO ആകുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വയറൊക്കെ വെച്ച് തലയൊക്കെ നരച്ച് കഷണ്ടിയൊക്കെ ഉള്ള ഒരു തലമുതിർന്ന ഒരാൾക്ക് മാത്രം പറഞ്ഞിരിക്കുന്ന തസ്തികളാണ് അതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ. പിന്നീടാണല്ലോ ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ചെറുപ്പക്കാർ ഈ രംഗത്തേക്ക് വന്നത്. പക്ഷെ അന്ന് എൻ്റെ പ്രായത്തിലുള്ള ഒരു 10-32 വയസ്സുള്ള ഒരാൾ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഒരു തലപ്പത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അങ്ങനൊരു സംഭവമില്ല. അപ്പോൾ ഇതെല്ലാം എന്നെ വല്ലാതെ പിടിച്ചുലച്ചിരുന്നു, ഒരുപാട് ആലോചിക്കേണ്ടി വന്നു. പക്ഷേ എങ്കിൽ പോലും നമ്മളോട് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറയുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. വരുന്നിടത്ത് വെച്ച് കാണാം എന്തെങ്കിലും തീരുമാനിക്കുക ചെയ്തത്. പിന്നെ ഈ കൈരളി അതിൻ്റെ മുദ്രാവാക്യം പോലെ തന്നെ തുടക്കകാലത്തൊക്കെ കാര്യമായ ഒരു ഇടപെടൽ നടത്തി മാധ്യമപ്രവർത്തനത്തിൽ. ഇപ്പം നിൽക്കുമ്പം എനിക്ക് ഉള്ളൊരു തോന്നൽ, നമ്മളെ മാധ്യമപ്രവർത്തനത്തിന് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഒപ്പം മലയാളത്തിലെ വിഷ്വൽ മീഡിയ ന്യൂസ് ചാനലുകളിൽ നിന്നും ഒരു പുതിയ തലമുറ അതിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. ഒരു 40+ ആണ് ഇതിൻ്റെ കൂടെയുള്ളത്. അത് അവരുടെ പ്രായത്തോടെ ഇങ്ങ് പോവാണ്. ഇൻസ്റ്റഗ്രാം തലമുറ ന്യൂസ് ചാനൽ കാണുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കൂട്ടത്തിൽ തന്നെ കൈരളിയും പോവുകയാണ് എന്നുള്ള, അത് മൊത്തത്തിൽ ന്യൂസ് ചാനലുകളുടെ സ്വഭാവത്തിൽ പോവാണ്. അത് ഈ മാധ്യമ പ്രവർത്തനത്തിലെ ഒരു മികവ് നമ്മൾ കാണിക്കാത്തതുകൊണ്ടാണോ, അതോ മൊത്തത്തിൽ ഈ മാധ്യമങ്ങളുടെ സ്വഭാവത്തിലാണോ? ഇൻഡസ്ട്രി അങ്ങ് മാറി മധു. എന്താ കാരണം വെച്ചാൽ ഇപ്പം ഞാനൊരു മാധ്യമപ്രവർത്തകനായി അറിയപ്പെടാൻ പോലും ആഗ്രഹിക്കുന്നില്ല. പണ്ട് എനിക്ക് മാധ്യമപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമായിരുന്നു. ഇന്ന് എൻ്റെ മാത്രം പ്രശ്നമല്ല. ഡൽഹിയിൽ വലിയ വലിയ മാധ്യമങ്ങൾ എന്ന് പറയുന്ന സംരംഭങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവർക്ക് പോലും ഒരു ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് അഭിമാനത്തിൻ്റെ ഒരു ചിഹ്നമല്ല, ഒരു എളഭ്യതയുടെ ചിഹ്നമാണ്, ഒരു ചമ്മലിൻ്റെ ചിഹ്നമാണ്. എന്ന കാരണത്തിൽ ഇന്ത്യയിൽ ഉടനീളം മാധ്യമപ്രവർത്തനം മറ്റൊരു തലത്തിലേക്ക് മാറി, കൂപ്പുകുത്തി. മാധ്യമപ്രവർത്തനം എന്നുള്ള പ്രൊഫഷനിലുണ്ടായിട്ടുള്ള ഇറോഷൻ ഒരു വശത്ത്, മീഡിയയിലുണ്ടായിട്ടുള്ള മാറ്റം വേറൊന്നും. ഇപ്പം അത് പറഞ്ഞ 2 വശവും കൂടി ചേരുമ്പോഴാണ് ഇതിൻ്റെ ഒരു രൂക്ഷത മനസ്സിലാകുന്നത്. ഒന്ന്, മാധ്യമപ്രവർത്തനത്തിൽ ഒരു എത്തിക്സോ മൂല്യങ്ങളോ ഒരു ത്രില്ലോ എക്സൈറ്റ്മെൻറ്റോ ഒരു പേർപ്പസോ കോസോ ഇല്ല എന്നൊരു തോന്നൽ വന്ന ആൾക്കാർക്ക്. ഇപ്പോൾ കേരളത്തിൽ മാധ്യമപ്രവർത്തകരെ കുറച്ച് പേരെങ്കിലും, ന്യൂനപക്ഷമെങ്കിലും മാപ്ര എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, അല്ല, അത് സ്വാഭാവികമായിട്ടും ഒരു പ്രതികരണമാണ്. എനിക്ക് ആദ്യം ഇത് ഞാൻ ഇവിടെ പറയാത്തൊരു കാര്യമാണ്. അതായത് അഭിഭാഷകർ മാധ്യമപ്രവർത്തകരെ തല്ലിയൊരു സംഭവം ഹൈക്കോടതി. അന്ന് ഏഷ്യാനെറ്റിൻ്റെ മാധവന്, ഞാൻ, അന്ന് എനിക്കൊന്ന് ജേക്കബ് മാത്യു, മനോരമയുടെ ശ്രേയംസ് കുമാർ എല്ലാം കൂടി ഞങ്ങൾ ഇതെങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി KTFൻ്റെയും INSൻ്റെയും കൂടി ഒരു സംയുക്ത യോഗം ക്രൗൺ പ്ലാസയിൽ വിളിച്ചു. കുറച്ച് പേരേ ഉള്ളൂ.
മാധ്യമ സാരഥികൾ എന്ന് പറയുന്നത്. പക്ഷെ അന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ അന്ന് സംസാരിച്ചൊരു കാര്യമുണ്ട്. ആരെന്ത് പറഞ്ഞു എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഇത്രയൊക്കെ നമ്മളെ പത്രക്കാരെ അടിച്ചിട്ടും ഒരാൾ പോലും പത്രക്കാർക്ക് വേണ്ടി പറയാൻ വേണ്ടി മുന്നോട്ട് വരുന്നില്ലല്ലോ. നമ്മൾ അത്ര ഡിസ്ക്രെഡിറ്റഡ് ആണോ എന്നൊരു ചോദ്യം വന്നു. അത്ര വർഷം മുന്നേ. വർഷം. അപ്പോൾ യഥാർത്ഥത്തിൽ പല ആൾക്കാരിനോട് ഇമാർക്ക് രണ്ട് കിട്ടണ്ട എന്ന് പോലും പറയുന്ന സ്ഥിതിയിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു വലിയൊരു എന്താ പറയുക, ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഈ മാധ്യമ മേഖല കടന്നു പോകുന്നത്. പിന്നെ മധു പറഞ്ഞ പോലെ തന്നെ ഈ ടെക്നോളജി ഇതിനെ അങ്ങ് ഡിസ്റപ്റ്റ് ചെയ്യും. ഇപ്പോൾ പത്രം വായിക്കുന്നവരുടെ എണ്ണം എത്രയാണ്? അതെ, പത്രം നമ്മൾ വായിക്കുന്നുണ്ടാവും, എന്താ കാരണം നമ്മുടെ ഒരു ശീലത്തിൻ്റെ ഭാഗമായി. പക്ഷെ ഞാനൊക്കെ വിദേശത്ത് പോകുമ്പോഴൊക്കെ ഞാൻ ഈ വായിക്കുന്നുണ്ടോ, എനിക്കൊന്നും മിസ്സിങ് ഇല്ല. പണ്ടൊരു 15 വർഷം മുമ്പ് 20 വർഷം മുമ്പ് എനിക്ക് പത്രം വായിക്കാതെയാണ് ഞാൻ ഒരു ദിവസം വരുന്നതെങ്കിൽ ഞാൻ കുളിക്കാതെ വന്ന പോലെയാണ്. സത്യമായിട്ട് ഞാൻ പറയാം, നമ്മൾ ഒരു ദിവസം കുളിക്കാതെ പ്രോപ്പറായി ഡ്രസ്സ് ചെയ്യാതെ നമ്മൾ ഓഫീസിലേക്ക് വന്നാൽ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, അതിനേക്കാൾ മോശപ്പെട്ടൊരു ഫീലിംഗ് ആയിരുന്നു ആക്ച്വലി പത്രം വായിക്കാതെ വന്നാൽ. പക്ഷെ ഇന്ന് നമുക്ക് പോലും ഒരു മിസ്സിങ് ഇല്ല. പിന്നെ ഈ ടെക്നോളജി ഡിസ്റപ്റ്റ് ചെയ്ത് കൂടിയിട്ട് തന്നെ അങ്ങനെ ഇതിൻ്റെ ഒരു സാങ്ക്ടിറ്റി അങ്ങോട്ട് പോയി. പിന്നെ ഈ പറയുന്നത് പോലെ വായനക്കാരും പ്രേക്ഷകരൊക്കെ അവരുടേതായ സങ്കേതങ്ങളിലേക്ക് പോയി. ഒരുപക്ഷെ അതിൻ്റെ ഒരു ഗുണഭോക്താവാണ് മധു. എന്താ കാരണം വെച്ചാൽ ഈ ആസ്ഥാന ടെലിവിഷനുകളുടെ പ്രേക്ഷകരൊക്കെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരിലേക്ക് അങ്ങ് ചേർന്ന് നിൽക്കുകയാണ്. എന്താ കാരണം വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ടതേ അവർ കാണുന്നുള്ളൂ. അതിനോട് ഈ വിശ്വാസ്യതയുടെ പ്രശ്നം വരുമ്പം കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതിനകത്ത് പറയുന്ന ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് ആ ചോദ്യം ചോദിക്കാം. വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് ഒരു സർവേ മോഡൽ താങ്കളുടെ ഒരു സുഹൃത്ത് ഒരു വിവരം കളക്ട് ചെയ്തിട്ട് മലയാളത്തിലെ മാധ്യമങ്ങൾ വിഴിഞ്ഞം പദ്ധതി വേണ്ട, നിർത്തണം എന്ന് പറയുന്ന 70% വാർത്തകൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട്, അതൊരു കേരളത്തിൻ്റെ ഓരോ മൂവ്മെന്റിലും എതിരായി അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ആയി മാറുന്ന രീതിയിൽ ഇടപെടൽ ഉണ്ടാവുന്നുണ്ട് അല്ലേ? അങ്ങനെയാണോ? ഞാനിതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഞാനിപ്പോൾ സ്വയം പ്രശ്നാത്മകമായി കൂടി ഞാൻ സംസാരിക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പം ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് ഞാൻ പറയുന്നുമില്ല. പക്ഷേ ഈ മീഡിയ അസസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും നെഗറ്റീവായിട്ടൊരു മീഡിയ ഉള്ള സ്ഥലമാണ് കേരളം. ഏറ്റവും നെഗറ്റീവായ മീഡിയ. ഞാനിപ്പോൾ കഴിഞ്ഞൊരു 25 വർഷം 30 വർഷം എടുത്തു കഴിഞ്ഞാൽ ഈ 30 വർഷക്കാലത്തിലിടയ്ക്ക് കേരളത്തിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു നല്ല കാര്യത്തോടൊപ്പം മീഡിയ ഉണ്ടായിരുന്നോ? മീഡിയ ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും നല്ല കാര്യത്തോടൊപ്പം. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്ന ഒരു സൈലൻറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത് ദേശീയവാദ വികസനം. നമ്മൾ ഈ ദേശീയവാദ വികസനം എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മധു, ഞാൻ ആ ദേശീയവാദ വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഗഡ്കരിയെ കണ്ട സമയത്ത് ആദ്യകാലങ്ങളിലൊക്കെ ആ ഒരു ഡെലിഗേഷനിൽ ഭാഗമായ ഒരാളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എനിക്കറിയാം. ഇപ്പോൾ ഉദാഹരണം നമുക്കിവിടെ ഒരു 250 കോടി രൂപ ഒരു പദ്ധതിക്ക് വേണ്ടി നീക്കി വെക്കുമ്പോൾ നമ്മുടെ പത്രങ്ങളിൽ വലിയൊരു തലവാചകമാണ്. ഈ ദേശീയവാദ വികസനത്തിൻ്റെ ഒരു തോതെന്ന് പറയുന്നത് 1,00,000 കോടിയിലേറെ രൂപയാണ്. 1,00,000 കോടിയിലേറെ രൂപ നമ്മുടെ ഈ ചെറിയ ഭൂമിയിൽ മുടക്കുവാണ്. അതുണ്ടാക്കാവുന്ന അപ്പോൾ ഇപ്പം ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 1:6 ആണ്. 1 രൂപ നിക്ഷേപിച്ചാൽ മൾട്ടിപ്ലയർ 6 വെച്ചിട്ട് ചെയ്യണം. അതിന് ഇമ്പാക്റ്റ് എങ്ങനെയാണ് എല്ലായിടത്തും ലോകത്തും, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, ലോകത്തെല്ലായിടത്തും പറയണതാണ്. നിങ്ങൾ 1 രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ, അടിസ്ഥാന പദ്ധതിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ 6 രൂപയുടെ ഗുണം അത് ഇക്കോണമിയിൽ വരും. അപ്പം നോക്കുക, ഒരു 6, 7, 8 ലക്ഷം കോടി രൂപയുടെ ഇമ്പാക്റ്റ് വരുന്നൊരു പദ്ധതിയാണ് കേരളത്തിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൈലൻറ്റ് റെവല്യൂഷൻ. ഇപ്പോൾ കാസർഗോഡ് നിന്നൊക്കെ ഞാനിങ്ങനെ റോഡിൽ വരുമ്പോൾ നമ്മൾ പണ്ട് ഞാൻ പഠിച്ച കോളേജ് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല, മാറിപ്പോയി. ഈ പദ്ധതിക്കൊപ്പം നമ്മുടെ മാധ്യമങ്ങളുണ്ടായിരുന്നു. ഈ പദ്ധതികളെ തുരങ്കം വെക്കാനല്ലേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കീഴാറ്റൂർ എന്നൊരു സംഭവത്തിൻ്റെ മുകളിൽ എന്നാ ബഹളായിരുന്നു. നന്ദിഗ്രാമിൽ നിന്ന് ഭൂമി കൊണ്ട് മറ്റേ മണ്ണ് കൊണ്ടുവരുന്നു, സുധീരൻ്റെ പ്രതിജ്ഞ, മറ്റേ സുരേഷ് ഗോപിയുടെ പ്രതിജ്ഞ, പിന്നെ മുരളീധരൻ്റെ പ്രഖ്യാപനം, ഒരു കാരണവശാലും ഇവിടെ റോഡ് പണിയാൻ സമ്മതിക്കില്ല. എന്തായിരുന്നു ബഹളം. അപ്പോൾ അത് കഴിഞ്ഞ് വിഴിഞ്ഞം. ഒരുപക്ഷെ ദേശീയപാത കഴിഞ്ഞാൽ പിന്നെ കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു അടിസ്ഥാന പദ്ധതി എന്ന് പറയുന്നത് വിഴിഞ്ഞമാണ്. ഒരു 8,000 കോടി രൂപ. അപ്പോൾ അതിന് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു 50,000 കോടി രൂപയുടെ ഇമ്പാക്റ്റ് ഇക്കോണമി വരും. പിന്നെ ഉണ്ടാകുന്ന മറ്റ് ഇമ്പാക്റ്റുകൾ വേറെ. നമ്മുടെ മീഡിയ എന്ത് നിലപാടെടുത്ത് യഥാർത്ഥത്തിൽ പിന്നെ ഗ്യാസ് പൈപ്പ് ലൈൻ
ഏതും എടുത്തോളൂ. കേരളത്തിലൊരു 25-30 ഇയേഴ്സിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു പദ്ധതിക്കും പതാകവാരായിട്ടില്ല. ഇനി നിങ്ങൾ തമിഴ്നാട്ടിലെ കർണാടകയിലോ അല്ലെങ്കിൽ എന്തിനേറെ ഡൽഹിയിലോ ഒന്ന് പോയി നോക്കുക. അവിടെയൊന്നും ഈ സ്വാതന്ത്ര്യമൊന്നും മാധ്യമപ്രവർത്തകർ അനുഭവിക്കുന്നില്ല. ഞാൻ എപ്പോഴും കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ആർക്കെതിരെ എന്തു എപ്പോ ആർക്കെതിരെ അവർ പറയില്ല, അവർ പറയേണ്ട ആൾക്കാരുടെ പട്ടിക അവർക്കുണ്ട്, വിളിച്ചു പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതൊരു ദുസ്വാതന്ത്ര്യമാണെന്ന് ആൾക്കാർ പറഞ്ഞാൽ പോലും സ്വാതന്ത്ര്യമില്ലാത്ത മേഖലകളെ ഞാൻ കാണുന്നതുകൊണ്ട് നിങ്ങൾ ഈ ദുസ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നില്ല. ഞാൻ പേഴ്സണലി നിങ്ങൾ പിണറായി വിജയൻ തെരുവിലാണ് പറഞ്ഞോളൂ. എന്നുവെച്ചാൽ ഒന്നും പറയാൻ പറ്റാത്ത ഡൽഹി പോലുള്ള സ്ഥലങ്ങൾ ഞാൻ കാണുന്നതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോളൂ. സ്വാതന്ത്ര്യം ഇല്ലാത്തതിനേക്കാൾ നല്ലതാണ് കുറച്ച് അമിത സ്വാതന്ത്ര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ കേരളത്തിന് വെളിയിൽ ഏത് സംസ്ഥാനത്താണ് ഇതുപോലെ റിട്രോഗ്രേഡായിട്ടുള്ള, പ്രതിലോമകരമായിട്ടുള്ള, നെഗറ്റീവായിട്ടുള്ള, നിഷേധാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ മേഖലയുള്ളത്? വേറെ എവിടെയില്ല. ഇപ്പം ഇവിടെ ഒരു തൊഴിൽ പ്രശ്നം പോലും ഇല്ല എങ്കിൽ പോലും കേരളം ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അല്ല എന്ന് വേണം നമ്മൾ പറയും. മദിരാശിയിൽ എന്തൊക്കെ നടന്നു, സാംസങ് പ്ലാന്റ് എത്ര സമരം നടന്നു, അവിടെ വെള്ളപ്പൊക്കം വന്നിട്ട് 1.5 മാസം ചെന്നൈ ടൗൺ പൂട്ടിയിട്ടു. ബാംഗ്ലൂർ ഐഫോൺ ഫാക്ടറി എത്ര കാലം പൂട്ടിയിട്ടു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളം എത്രയോ മെച്ചപ്പെട്ട ഒരു പെഡസ്റ്റലിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ചെറിയ ചെറിയ സംഭവങ്ങളെ പെരിപ്പിച്ചിട്ട് ഇതെന്തോ മനുഷ്യന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലമാണെന്ന് അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അവിടെയാണ് എൻ്റെ കേരളത്തിലെ മാധ്യമങ്ങളോടുള്ള എൻ്റെ വിയോജിപ്പ്. ഈ വിമർശനം ഉന്നയിക്കുമ്പം കടുത്ത വിമർശനമാണ് താങ്കൾ ഉന്നയിക്കുക. ഇപ്പോൾ നമ്മൾ പാർലമെൻറ്റിലെ പ്രസംഗം സ്ഥിരം കേൾക്കുന്നതാണല്ലോ. പക്ഷേ അതേസമയം തന്നെ അപ്പുറത്തിരിക്കുന്ന എതിരാളി രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാവുന്ന എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളോട് ഇത്രയധികം സൗഹാർദ്ദം അതേ സെക്കൻഡിൽ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം നേരത്തെ ഗഡ്കരിയുടെ കാര്യം പറഞ്ഞു. അങ്ങനെ പാർലമെൻറ്റിൽ ഈ പ്രസംഗമൊക്കെ നടക്കുമ്പം എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നൊരു സംഭവം ഈ കേരളത്തെ അവഗണിക്കുന്നതിൻ്റെ വിമർശനം ഉന്നയിക്കുന്ന ഒരു വർഷം മുന്നേ ഉള്ള പ്രസംഗമാണ്. അപ്പോൾ ആ പ്രസംഗത്തിൽ തന്നെ അമിത്ഷായും നിർമ്മല സീതാരാമനൊക്കെ ഇരിക്കുമ്പോഴാണ് താങ്കൾ അങ്ങനെ ഒരു പ്രസംഗം നടത്തിയത്. അന്ന് അവരെ സൗഹാർദ്ദപൂർവ്വം അവരെണീറ്റ് പ്രതികരിക്കുന്നത് കാണുന്നുണ്ട്, എതിർത്തിട്ട് കൊണ്ടാണെങ്കിലും. എങ്ങനെ ഇത് സാധിക്കുന്നത്? അത് ബേസിക്കലി എൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു പൊതുവെയുള്ളൊരു നമ്മളൊരു സ്ഥായിയായിട്ടുള്ളൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് ആരോടും ദേഷ്യമോ വിദ്വേഷമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, ഇതൊരു ആശയപരമായിട്ടുള്ളൊരു സംവാദമല്ലേ. ഇതിനകത്ത് മറ്റ് സ്പർദ്ധയുടെയോ ഒരു അനിമോസിറ്റിയുടെയോ ഒരു ലെവലില്ല. അതുകൊണ്ട് ഞാനെപ്പോഴും ഉദാഹരണം പറഞ്ഞാൽ പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ വളരെ രൂക്ഷമായിട്ട് ഞാൻ സംസാരിക്കും, വളരെ ക്രിട്ടിക്കലായിട്ട് സംസാരിക്കും. പക്ഷേ അല്ലാത്ത സമയത്ത് നമ്മൾ അവരുമായിട്ട് അർത്ഥവത്തായിട്ടുള്ള സംവാദങ്ങളിൽ നമ്മൾ ഏർപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു വിദ്വേഷത്തിൻ്റെ ഒരു ലെവലിലേക്ക് ഞാൻ ഒരിക്കലും ഈ രാഷ്ട്രീയത്തെ കൊണ്ട് എത്തിക്കാറില്ല. ഞാൻ മാധ്യമപ്രവർത്തനമായിരിക്കുന്ന സമയത്തും, ഇപ്പോൾ ഞാൻ ദേശാഭിമാനിയിൽ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സമയത്തും AK ആൻ്റണി, കെ കരുണാകരൻ എല്ലാം ബെസ്റ്റ് ഓഫ് റിലേഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കെ കരുണാകരൻ്റെ ഒക്കെ അടുത്ത് എത്രയോ സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. AK ആൻ്റണിയുടെ അടുത്ത്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹം തന്നെ പറയും, നിങ്ങളെപ്പോലുള്ള ആൾക്കാരുണ്ടായിരുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഇപ്പം ഞാനൊരു ടെലിവിഷൻ ഷോ ആങ്കർ ചെയ്യുമ്പോഴും ഞാൻ ഈ വാർത്ത എന്താണ് പറയേണ്ടത്, ഈ സായാഹ്ന ചർച്ചയൊക്കെ ഞാൻ ആങ്കർ ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ ഒരിക്കലും ഒരാളോടും മോശമായ ഭാഷ സംസാരിച്ചിട്ടില്ല. എൻ്റെ പരിപാടിയിൽ വരാൻ എല്ലാവർക്കും താല്പര്യമാണ്. ഞാൻ കാരണം വെച്ചാൽ നമ്മൾ ഒരാളെ പേഴ്സണലായിട്ട് ഇൻസൾട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് നിലപാടുകളുണ്ട്. യഥാർത്ഥ നിലപാടുകൾ ഇല്ലാതിരിക്കുമ്പോഴാണ് സ്പർദ്ധയും വിദ്വേഷവും ഉണ്ടാകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്. നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഓഫ് കൺവിക്ഷൻ ഉണ്ട്. പിന്നെ നിങ്ങളതിന് ഈ പറഞ്ഞ കയ്യാങ്കളി നടത്തേണ്ട കാര്യമില്ലല്ലോ, തെറിവിളി നടത്തേണ്ട കാര്യമില്ലല്ലോ. രാജ്യസഭയിൽ തന്നെ എനിക്ക് കൗതുകം തോന്നിയിട്ടുള്ളത്, അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയോട് സംസാരിക്കുമ്പോൾ, ജഗ്ദീപ് ധൻഖറോട് സംസാരിക്കുമ്പോൾ അങ്ങേയറ്റത്തെ കണ്ടന്റാണ് താങ്കൾ ഉള്ളടക്കമാണ് അവതരിപ്പിക്കുക. പക്ഷേ അദ്ദേഹവും ചുരുങ്ങിയ കാലത്തിനിടയിൽ നമ്മൾ പുറമേ നിന്ന് കാണുന്നതാണല്ലോ, സൻസദ് TV കാണുന്നതാണല്ലോ, ഭയങ്കര സൗഹാർദ്ദത്തിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഇത് നേരത്തെ വ്യക്തിബന്ധം ഉണ്ടായിരുന്നോ അതോ ഈ ഇല്ല? പുന്നാൻ പറഞ്ഞ എനിക്ക് രാജ്യസഭയിൽ ആദ്യം ചെന്ന സമയത്ത് എനിക്ക് വളരെ എന്താ പറയുക, വലിയൊരു പ്രോത്സാഹനജനകമായിട്ടുള്ള നിലപാടെടുത്ത് അന്നത്തെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവാണ്. യഥാർത്ഥത്തിൽ എന്നെപ്പോലുള്ളൊരു സാധാരണ മെമ്പർ, ഫസ്റ്റ് ടൈമർ, ഈ രാജ്യസഭ എന്ന് പറയുമ്പോൾ മധു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, രാജ്യസഭയിൽ നിന്ന് ചോടുറപ്പിക്കണ ചില്ലറ പാടല്ല. എന്താ കാരണം വെച്ചാൽ
നമ്മുടെ ഭാഷയിൽ പറഞ്ഞ താപ്പാനുകളുടെ വിഹാര രംഗമാണ്. ലോക്സഭ പോലല്ലേ? ലോക്സഭയിൽ ഫസ്റ്റ് ടൈമേഴ്സ് ഒരുപാടുണ്ട്. തെരഞ്ഞെടുപ്പിൽ തോക്കുമ്പോൾ ജയിക്കും. രാജ്യസഭയിലുള്ള ആൾക്കാരുടെ ഒരു എണ്ണം എടുത്ത് നോക്കുക. മുൻ പ്രധാനമന്ത്രിമാർ, മുൻ കേന്ദ്രമന്ത്രിമാർ, 20-25 വർഷമൊക്കെ സംസ്ഥാന രാഷ്ട്രീയം കൈകാര്യം ചെയ്ത ആൾക്കാർ, ഞങ്ങളെപ്പോലുള്ള ഏതാനും പിള്ളേർ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ ആൾക്കാരും പതിറ്റാണ്ടുകളായി ഇങ്ങനെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വടവൃക്ഷങ്ങളാണ്. അതിൻ്റെ ഇടയിലൊന്ന് തലപൊക്കണമെങ്കിൽ ചില്ലറ പാടല്ല, സത്യസന്ധമായി പറഞ്ഞത്. ഞാനും ഈ ആശയങ്ങളോടുകൂടി തന്നെയാണ് ഞാൻ രാജ്യസഭയിൽ കാലുകുത്തിയത്. പക്ഷേ എനിക്ക് ഒരു അനുഗ്രഹം ഉണ്ടായത്, ഞാൻ ആദ്യത്തെ എൻ്റെ മേഡൻ സ്പീച്ച് തന്നെ ഉപരാഷ്ട്രപതി അത് പബ്ലിക്കായിട്ട് പുള്ളി അതിനെ അഭിനന്ദിച്ചു. യഥാർത്ഥത്തിൽ എന്നെപ്പോലൊരു സാധാരണ മെമ്പർ നടത്തിയൊരു പ്രസംഗത്തെക്കുറിച്ച് ഒരു പൊതുവേദിയിൽ, പാർലമെൻറ്റിലല്ല, രാജ്യസഭയിൽ ഒരാൾ പ്രസംഗിക്കുമ്പോൾ അപ്പോൾ എന്തെങ്കിലും പറയുന്ന പോലെയല്ല, ഒരു പൊതുവേദിയിൽ അദ്ദേഹം എൻ്റെ പേരെടുത്ത് പറഞ്ഞ ആ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹം അഭിനന്ദിച്ചു. ഒരുപക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയൊരു സംഭവം അതാണ്. എന്താ കാരണം വെച്ചാൽ എൻ്റെ പോലത്തെ ഒരു സാധാരണ മെമ്പർ നടത്തിയൊരു പ്രസംഗം അന്ന് അദ്ദേഹം ചെയറിൽ പോലും ഉണ്ടായിരുന്നില്ല. ചെയറിൽ ഇല്ലാതിരുന്നിട്ട് പോലും അദ്ദേഹം ചേംബറിൽ വെച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചോ അത് കണ്ട് കേട്ട് അതിന് ശേഷം അദ്ദേഹം എത്രയോ ദിവസം കഴിഞ്ഞിട്ടും ഒരു പൊതുവേദിയിൽ അദ്ദേഹം എൻ്റെ പേര് മാത്രം എടുത്തു പറഞ്ഞ്, അദ്ദേഹമായിട്ട് എനിക്ക് രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം വെച്ചാൽ നമ്മൾ നന്നായി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹോംവർക്ക് ചെയ്ത് നമ്മൾ പാർലമെൻറ്റിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട്. പഴയ പോലെയല്ല, ഇന്ന് എല്ലാവർക്കും എല്ലാവരെയും അറിയാം. അതെ, അതിപ്പം ഇപ്പോൾ വാർത്താ ചാനലുകൾ ഇത് സംപ്രേഷണം ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ മീഡിയയിൽ ഒന്നും വേണ്ട. ഈ രാജ്യസഭയിലെ പ്രസംഗം തന്നെ ആയാലും ഒരുപക്ഷെ ഞാനിപ്പം നമ്മളെ പരിമിതമായ അറിവിൽ ഒരു 5-6 ആള് ടോട്ടലി നമ്മൾ വല്ലാതെ ഒരു ചുരത്തളപ്പോടെ പ്രസംഗിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിലൊരാളായി സാറ് മാറിയിട്ടുണ്ട്. ഇതിപ്പം മലയാളിക്ക് എന്നുള്ളതിനപ്പുറത്ത് ഹിന്ദി ആയാലും തമിഴായാലും ഇംഗ്ലീഷ് ചാനലുകളായാലും അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ പ്രസംഗം കഴിയാൻ കാത്തിരിക്കുന്നുണ്ട്. അപ്പം ജോൺ ബ്രിട്ടാസിൻ്റെ പ്രസംഗമാണെങ്കിൽ എടുത്തിടും. ഈ തമിഴിലും തെലുങ്കിനൊക്കെ എനിക്ക് കുറേ ആൾക്കാരാണ്. ഇപ്പോൾ ഞാൻ നമ്മുടെ പാവൻ കല്യാൺ എന്ന് പറഞ്ഞ പിന്നെ ആന്ധ്രാപ്രദേശിന് ഉപമുഖ്യമന്ത്രി, എനിക്കത് നേരത്തെ പരിചയമൊന്നുമില്ല. ഏതൊരു ചടങ്ങിൽ വെച്ചിട്ട് ഞാനിങ്ങനെ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാനിങ്ങനെ കൈ കൊടുക്കാൻ പോകുമ്പോൾ അയാൾ എന്നെ കൈ പിടിച്ചിട്ട്, ജോൺ ബ്രിട്ടാസ്, ഐ നോ യു, ഐ ഹിയർ യുവർ സ്പീച്ച്, ഐ നോ യു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് ഞാൻ അല്പം എംബാരസ്ഡ് ആയിപ്പോയി. അദ്ദേഹത്തിൻ്റെ OST ഒരു കേരള കാഡർ IAS ഓഫീസർ കൂടിയാണ്. ഞാൻ അയാളോട് പറയും ചെയ്തു, നിങ്ങളുടെ മുതലാളി നമ്മളോട് വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളറിയാത്ത പല ക്വാർട്ടേഴ്സിൽ നിന്നും പല ആൾക്കാരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ മധു, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. ഓരോരുത്തരെയും സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകരോ അല്ലെങ്കിൽ വായനക്കാരോ വിലയിരുത്തുന്നുണ്ട്. നമുക്ക് കൺകെട്ട് വെച്ചിട്ട്, പണ്ടൊക്കെ 2-3 പത്രക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രസംഗത്തെ ഗംഭീരം മാലയട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് പല എഴുത്തും എഴുതാൻ പറ്റും. ഇത് അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊക്കെ പത്രം വായിച്ചിട്ടുള്ള സമയത്ത് ചില ആൾക്കാരുടെ പ്രസംഗത്തെ മുൻനിർത്തിയിട്ടുള്ള എഴുതുന്ന എഴുത്തൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ, പക്ഷെ പിന്നീട് അവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ടപ്പോൾ ഒന്നും അല്ലാതെ എനിക്ക് മനസ്സിലായിട്ടില്ല. സത്യമായിട്ട് ഞാൻ പറയാം, ഇന്ന് ഈ പറഞ്ഞ കൺവെൻഷണൽ മീഡിയ നമ്മളെ ബോയ്ക്കോട്ട് ചെയ്താൽ പോലും സാധാരണക്കാരായ ആൾക്കാർക്ക് അറിയാം എങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നതെന്നുള്ളത്. ഇതെല്ലാ മേഖലയ്ക്കും ബാധകമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ മേഖലയ്ക്ക് പ്രത്യേകിച്ചും ബാധകമാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിൻ്റെ വേർഡിക്റ്റ് ഒരു 10 വർഷം മുമ്പ് ഇതുപോലെ അനാവരണം ചെയ്യപ്പെടുമോ? ഇപ്പം ഇഴകേറി പരിശോധിക്കുന്നുണ്ട്. ഇപ്പം ചന്ദ്രചൂഡ് എന്ന് പറഞ്ഞ് ഏറെ പ്രതീക്ഷ നൽകിയ ഒരു മുഖ്യ ന്യായാധിപൻ, അദ്ദേഹത്തിൻ്റെ 2 വിധിന്യായങ്ങളിലൂടെ അദ്ദേഹത്തിനെ ആൾക്കാരെ എക്സ്പോസ് ചെയ്തു കളഞ്ഞു. അതുപോലെ പാർലമെൻറ്റ് നമ്മൾ എഴുന്നേറ്റ് നിന്ന് നമ്മൾ പറയുന്നൊരു വാക്ക്, പിന്നെ എൻ്റെ കുറേ ശത്രുക്കൾ എന്താ കാരണം വെച്ചാൽ ഒരു കേന്ദ്രമന്ത്രി എഴുന്നേറ്റ് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ബ്രിട്ടാസിനെ തേച്ചു എന്ന് പറഞ്ഞിട്ട് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. സാധാരണഗതിയിൽ ഒരു കേന്ദ്രമന്ത്രിമാരൊന്നും എഴുന്നേറ്റ് നിന്ന് ഒരു ബാക്ക് ബെഞ്ചറായിട്ടുള്ള ഒരാളോട് പ്രതികരിക്കാറില്ല. പ്രതികരിക്കുന്നത് തന്നെ ആ ബാക്ക് ബെഞ്ചറോട് നൽകുന്ന ഒരു ആദരവാണ്. ഇപ്പം എൻ്റെ ഒരു പ്രസംഗം തടസ്സപ്പെടുത്തിയ ആരൊക്കെയാണ്? അമിത്ഷാ, നിർമ്മല സീതാരാമൻ, പീയൂഷ് ഗോയൽ, വേറെ ഒരാൾ, 4 പേരാണ് തടസ്സപ്പെടുത്തിയത്. എൻ്റെ പ്രസംഗത്തിൻ്റെ ദൈർഘ്യം തന്നെ 7 മിനിറ്റ് 8 മിനിറ്റ്. ആ 8 മിനിറ്റിനേക്കാളും കൂടുതലാണ് അവർ തടസ്സപ്പെടുത്തിയത്. ഇതൊന്നും എന്നെ തേച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ചില സുഹൃത്തുക്കൾ ഇൻവെർട്ടർ കോമ. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഇത്രയും 4 പേരുടെ ശ്രദ്ധ ആകർഷിക്കാൻ എനിക്ക് പറ്റിയെന്നുള്ളതല്ലേ ഇതിനകത്ത് ഏറ്റവും പ്രസക്തമായൊരു കാര്യം. ഈ 7 മിനിറ്റിൽ 7000 കാര്യമാണ് പറയുന്നത്. അതിൽ 2 കാര്യം, ഒന്ന് ഈ കണ്ടന്റ് ഇങ്ങനെ ചുരുക്കി പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു വരിയിലൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രസംഗത്തിൽ ഉൾപ്പെടുത്താറുള്ളത്. ഇതെങ്ങനെ ചുരുക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തേത് ചില പ്രയോഗങ്ങളാണ്.
നമ്മൾ അതിശയിപ്പിക്കുന്ന തരത്തിൽ ഈ സിനിമ ഡയലോഗ് പോലെ പറയുന്ന കേൾക്കാം. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നതാണെങ്കിൽ ഗാന്ധിയുടെ രാമൻ, ഗോഡ്സെയുടെ രാമൻ, ഇന്ത്യ ആകെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിച്ച ഒരു പ്രസംഗമാണ് ആ പ്രസംഗം. എങ്ങനെയാണ് ഈ പ്രസംഗത്തിനുള്ള ഒരുക്കം? അല്ല, അത് ഞാൻ ഈ പാർലമെൻറ്റ് നടപടികളെ, പക്ഷെ പിന്നെ ഞങ്ങളുടെ ഒരു ഗതികേടും കൂടിയുണ്ട്. ഇപ്പം CPM-ൻ്റെ അംഗസംഖ്യ ചുരുങ്ങിയതുകൊണ്ട് ഞങ്ങളുടെ അംഗസംഖ്യയ്ക്ക് അനുസൃതമായിട്ടുള്ള സമയം കിട്ടുള്ളൂ. അപ്പം ഞങ്ങൾക്കിപ്പോൾ പരമാവധി 3 മിനിറ്റ് 4 മിനിറ്റുള്ളിൽ കിട്ടില്ല. പിന്നെ ഉപരാഷ്ട്രപതിയൊക്കെ ഒന്നിങ്ങനെ പിന്നെ കൈയെല്ലാം കൂപ്പി അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചും കൈ പിടിച്ചൊക്കെ നമ്മൾ ഒരു 2 മിനിറ്റ് കൂടെ ഒപ്പിച്ചെടുക്കും. പക്ഷേ ഈ സമയം കൊണ്ട് നമ്മുടെ ഒരു പോളിസി ഒരു ഫോർമുലേഷൻ നടത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. വെച്ചാൽ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രതികരിക്കുന്ന ഒരാളും കൂടിയാണ്. ഒരുപാട് ആൾക്കാരോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് എനിക്കുണ്ട്. ആ ഒരു ദൗത്യം എനിക്ക് അനുഷ്ഠിക്കുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് വാക്കുകൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കണം, അതുപോലെ തന്നെ സ്പഷ്ടമായിരിക്കണം, ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യണം, ഹാർഡ് ഹിറ്റിംഗ് ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം. അതൊരു സത്യം പറഞ്ഞ ട്രപ്പീസ് കളി തന്നെയാണ്. ഈ ഗാന്ധിയുടെ രാമൻ എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് അനുഭവമുണ്ടത്. ഞാനത് പറയുമ്പോൾ പല ആൾക്കാർക്കും എന്നോട് പ്രശ്നമായിരുന്നു. എന്നാ കാരണം ഇത്രയും ശക്തമായിട്ട് നരേന്ദ്രമോദിയെ അറ്റാക്ക് ചെയ്യാൻ പാടുണ്ടോ? എന്നുവെച്ചാൽ അതിഭീകരമല്ലേ? നിങ്ങളുടെ രാമൻ നാദുറാമാണ് എന്നൊക്കെ പറയുമ്പോൾ, ഞങ്ങളുടെയാണ് രാമൻ എന്നൊക്കെ പറയുമ്പോൾ അന്ന്, പക്ഷേ എനിക്കിപ്പോഴും സന്തോഷമുണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, അന്ന് എനിക്ക് സ്നേഹപൂർവ്വം എന്നെ വാൺ ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പോൾ അത് പറയാൻ വേണ്ടി ധൈര്യം കാണിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ പ്രസംഗത്തിന്റെ പ്രധാന ആശയം രാഹുൽ ഗാന്ധിയുടെ എനിക്കിപ്പോഴും അവരന്ന് കോൺഗ്രസ്സുകാരൊക്കെ അന്ന് മടിച്ചിരിക്കുകയാണ്. ഇത് ഇപ്പോൾ 2024 തെരഞ്ഞെടുപ്പ് കഴിയേണ്ടി വന്നു. ഞാൻ അന്ന് നടത്തിയ പ്രസംഗം ഇന്ന് മറ്റ് പല ഭാഷയിലും പറയാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ചെറുപ്പത്തിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ പ്രസംഗിക്കായിരുന്നു. അല്ല, പ്രസംഗം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഒരുപക്ഷെ മാധ്യമപ്രവർത്തനം എന്നെ സഹായിച്ചിട്ടുണ്ടാവും. എന്ന കാരണം വെച്ചാൽ നമുക്കൊക്കെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ 1.5 മിനിറ്റ് കൊണ്ട് ഒരു കഥ എങ്ങനെയാണ് പറയുന്നതായിരുന്നല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ആദ്യകാലത്തൊക്കെ 1.5 മിനിറ്റിലൊക്കെ എങ്ങനെയാണ് ഒരു സ്റ്റോറി പറയാമെന്ന് പറയുമ്പോൾ, അപ്പോൾ എന്നെ ആകർഷിച്ചൊരു സംഭവം വെച്ചാൽ 15 സെക്കൻഡ് കൊണ്ടും 30 സെക്കൻഡ് കൊണ്ടും ഒരു പരസ്യം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നില്ല. അപ്പോൾ അവർക്ക് 30 സെക്കൻഡ് കൊണ്ട് പറയാൻ പറ്റുന്നൊരു കാര്യം നമുക്ക് 1.5 മിനിറ്റ് കൊണ്ട് പറഞ്ഞുകൂടെ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നിരുന്നു. അപ്പോൾ ഒരുപക്ഷെ പിന്നെ എഡിറ്റ് ചെയ്ത് പറയുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. എഡിറ്റ് ചെയ്ത് പറയുന്നതാണ് നല്ലത്. പക്ഷേ സമയക്കുറവ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ വല്ലാതെ ബാധിക്കുന്നുണ്ടെന്നുള്ള കാര്യം ശരിയാണ്. ഇപ്പോൾ ഒരു ടേം പൂർത്തിയാവാൻ പോവാണ്. അപ്പോൾ അത് പാർട്ടിയുടെ കെട്ടുപാടിന് നിരക്കില്ലെങ്കിൽ എനിക്ക് പറയാലോ, ബ്രിട്ടാസ് എന്നൊരു സാന്നിധ്യം CPM-ന്റെ ആശയം രാജ്യസഭ പാർലമെന്ററി രംഗത്ത് പ്രകടിപ്പിക്കുന്നതിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ ടേം പൂർത്തിയാകുന്നില്ല, ഇനി 2 വർഷം കൊണ്ട് 2 വർഷം കഴിയുമ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മറ്റ് ഏറ്റവും പ്രാദേശികമായ ഹിന്ദിയിൽ ഒരാൾ നിങ്ങൾ പ്രസംഗം കേൾക്കുകയാണ്, ഒരു സാധാരണ മനുഷ്യൻ. അങ്ങനെ പൂർത്തിയാവുന്ന ഈ ഘട്ടത്തിൽ, ആ ഒരു കാലഘട്ടം പൂർത്തിയാവുന്ന ഈ ഘട്ടത്തിൽ തുടക്കത്തിൽ ബ്രിട്ടാസ് രാജ്യസഭയിൽ പോകുന്ന പറയുമ്പോൾ നിസ്സാരവൽക്കരിച്ചൊരു രാഷ്ട്രീയ വിവാദം തന്നെ ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അയാൾ എന്തിനാ അവിടെ പോകുന്നതെന്ന് ചോദിച്ച ചാനൽ ചർച്ചകൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് ഓർമ്മിക്കുന്നുണ്ടോ? അല്ല, കാരണം വെച്ചാൽ എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഈ പഴയ കാലഘട്ടത്തിലൊക്കെ ഞാനത് പറയണ്ടെന്ന് ആലോചിച്ചിട്ട് ഞാൻ പക്ഷെ പറഞ്ഞേക്കാം. പഴയ കാലത്തൊക്കെ ഒരു മാധ്യമ മേഖലയിൽ നിന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ ആ മാധ്യമ മേഖല ഒന്നടങ്കം അവരെ പ്രോത്സാഹിപ്പിക്കുന്നൊരു രീതിയുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് കണ്ട ഏറ്റവും മിടുക്കനായ ഒരു പാർലമെൻറ്റേറിയൻ എന്ന് പറയുന്ന ഒരാൾ KP ഉണ്ണികൃഷ്ണനാണ്. KP ഉണ്ണികൃഷ്ണൻ മാതൃഭൂമിയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അപ്പം KP ഉണ്ണികൃഷ്ണൻ യഥാർത്ഥത്തിൽ അന്ന് എനിക്ക് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം, പോകുമ്പോൾ അദ്ദേഹം മാതൃഭൂമിയുടെ ആളായിരുന്നെങ്കിൽ പോലും മനോരമ ഉൾപ്പെടെ അന്നത്തെ എല്ലാ പത്രങ്ങളും അദ്ദേഹത്തിന് അകമഴിഞ്ഞ സംഭാവനയാണ്. പക്ഷെ പിന്നീട് ഇപ്പം നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മേഖലയിൽ ഒരുപക്ഷെ പല ആൾക്കാരും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവില്ല. അത് കാലം മാറിയത് കൊണ്ടായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇതൊരു അനിവാര്യമായിട്ടുള്ളൊരു മാറ്റമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും അതൊക്കെ നമ്മളെ ശക്തിപ്പെടുത്തുകയുള്ളൂ. അത് എന്താ കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ല, നമ്മളൊക്കെ ഒരു നാട്ടും പുറത്തുനിന്ന് വരുന്ന ആളാണ്. നമ്മുടെയൊക്കെ ഉള്ളിലൊരു എനർജിയുണ്ട്. ആ എനർജി എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരിപോഷിപ്പിക്കുന്നത്? നമുക്ക് എതിർപ്പുകൾ വരുമ്പോഴാണ്. ചലഞ്ചസ് ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു എനർജിയെ നമുക്ക് പരിപോഷിപ്പിക്കാൻ പറ്റില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മളൊക്കെ നാട്ടിൻപുറത്തെ സ്കൂളിലൊക്കെ പഠിച്ച് നാട്ടിൻപുറത്തുനിന്ന് വന്ന് വണ്ടി കയറി ബസ്സിൻ്റെ ഗോണിയിലൊക്കെ പിടിച്ച് കയറി കോളേജിലെത്തുമ്പോൾ അവിടെയൊക്കെ വലിയ നല്ല കുടുംബത്തിലെ ആൾക്കാർ വരുമ്പോൾ പക്ഷേ അവരോട് നമ്മൾ മത്സരിക്കുമ്പോൾ നമ്മൾ ജയിക്കും. നമ്മുടെ ഉള്ളിലൊരു സ്ട്രെങ്ത് ഉണ്ട്, എനർജി ഉണ്ട്. അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് അങ്ങോട്ട് വിസ്ഫോടനത്തിൻ്റെ ലെവലിലേക്ക് എത്തും. നമ്മളിപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് പോയി നമ്മൾ ആദ്യം പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ
ഇത്രയും വലിയ ആൾക്കാരിങ്ങനെ നമ്മൾ ഉറ്റുനോക്കുമ്പോൾ പിന്നെ രാജ്യസഭയിൽ അടുത്തടുത്തല്ലേ, ലോക്സഭ പോലെ വലിയൊരു കുറച്ച് ആളല്ലേ ഉള്ളൂ, പകുതി ആളല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ആൾക്കാർ നമ്മളിങ്ങനെ നോക്കുമ്പോൾ, അതും വലിയ വലിയ ആൾക്കാർ നോക്കുമ്പോൾ എങ്ങനെ പ്രസംഗിക്കുമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, വേണമെങ്കിൽ ഞാനും ചിന്തിച്ചിരുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ട്, ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു പക്ഷേ ഞാൻ കടന്നു വന്ന വഴിത്താരകൾ എനിക്ക് നൽകിയിട്ടുള്ള ഒരു ഊർജ്ജമാണ്. അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്പഷ്ടതയും കൂടിയാണ്. അത് ഞാൻ എപ്പോഴും പറയും, ഒരു ക്ലാരിറ്റി എനിക്കുണ്ട്. അതായത് ഞാനിപ്പോൾ എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഈ ഇടതുപക്ഷ രാഷ്ട്രീയം നിങ്ങൾക്കൊരു പരിമിതിയാണോ എന്ന്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഞാൻ സത്സന്ധമായി പറഞ്ഞ, എനിക്കൊരു ദൂരക്കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അധിക വാതായനമാണ് യഥാർത്ഥത്തിൽ ഈ ഇടതുപക്ഷ രാഷ്ട്രീയം എന്നുള്ളത്. അതാരും എന്നെ അടിച്ചേൽപ്പിച്ചതല്ലല്ലോ, ഞാൻ തിരഞ്ഞെടുത്തൊരു സംഭവമല്ലേ. അപ്പോൾ ആ ക്ലാരിറ്റിയാണ്, ആ ഒരു എനർജിയാണ് ഒരുപക്ഷെ എന്നെ ഇങ്ങനെയുള്ള ചലഞ്ചസ് ഏറ്റെടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നൊരു കാര്യം. അതുകൊണ്ട് ഇങ്ങനെയുള്ള തടസ്സങ്ങളും ചില വർത്തമാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനതിനെ ഒരു പ്രോത്സാഹനമായിട്ടാണ് കാണുക യഥാർത്ഥത്തിൽ. അതിൽ ആ ചലഞ്ചസ് ഏറ്റെടുക്കാനുള്ള സാഹചര്യം പ്രധാനമാണ്. അപ്പോൾ അതിൽ നമുക്ക് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റിയ 1-2 പേരുടെ പ്രധാന സ്വാധീനം അല്ലെങ്കിൽ ഇടപെടൽ ഉണ്ടെന്ന് തോന്നിയിട്ട്. ഇപ്പോൾ കൈരളി ചെയർമാൻ മമ്മൂട്ടിയുടെ ഇടപെടൽ, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ നിങ്ങളൊപ്പം അപ്പുറത്ത് മമ്മൂട്ടി ഇപ്പുറത്ത് പിണറായി വിജയൻ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബ്രിട്ടാസ് ഇങ്ങനെ ഇപ്പോൾ ഈ 4 വർഷത്തെ വിജയകരമായ രാജ്യസഭ കേട്ടോ, ഓരോന്നും വിജയമാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഈ ടേമിൽ നിൽക്കുമ്പം അവരുടെ ഒരു സാമീപ്യം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാനൊരു തമാശ പറയട്ടെ, ഇത് തമാശ മാത്രമേ കേട്ടോ. അതായത് മമ്മൂട്ടി ഒരു വശത്ത്, മറ്റേ ശ്രീ പിണറായി വിജയൻ ഒരു വശത്ത് എന്ന് പറയുമ്പോഴുള്ളൊരു തമാശയാണ്. ഞങ്ങൾ ഗൾഫിലൊരു പരിപാടിക്ക് പോയപ്പോൾ അപ്പം ഒരു പാവപ്പെട്ട ഒരു മുസ്ലിം ബിസിനസ്സുകാരൻ, പുള്ളി ഇങ്ങനെ ടെലിവിഷനൊന്നും അധികം കാണുന്നില്ല. അപ്പോൾ പുള്ളിക്ക് എന്നെ അറിയാമെന്നല്ലാതെ കൂടുതലൊന്നും അറിയില്ല. അപ്പം പുള്ളി ഞാൻ ഈ ടെലിവിഷനിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നതൊക്കെ പണ്ട് കേട്ടിട്ടുള്ളത് എൻ്റെ മറ്റ് ന്യൂവൻസിലേക്കൊന്നും അറിയില്ല. അപ്പം പുള്ളി ഇങ്ങനെ വീണ്ടും എന്നോട് ചോദിക്കുകയാണ്, അല്ല ബ്രിട്ടാസ്, നിങ്ങൾ എന്താ യഥാർത്ഥത്തിൽ, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ പണി എന്താണെന്നുള്ളത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, തമാശയ്ക്ക് പറഞ്ഞു, KD കമ്പനിയുടെ MD എന്ന് പറഞ്ഞു. KD കമ്പനിയുടെ MD എന്ന് പറഞ്ഞു. അത് ഏതൊരു സിനിമയിലുള്ള ഒരു ഡയലോഗാണ്. അപ്പം ഇതൊരു തമാശയ്ക്ക് ഞാൻ പറഞ്ഞതാണ്. അപ്പം യഥാർത്ഥത്തിൽ ഈ 2 ആൾക്കാരും എനിക്ക് തരുന്നൊരു പിന്തുണ എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിൽ എന്താ പറയേണ്ട വലിയൊരു ഉത്തരവാദിത്വം നൽകിയ പോലെയാണ് ഞാൻ 32-33 വയസ്സിൽ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡയറക്ടറും ചീഫ് എഡിറ്ററുമായിട്ട് എന്നെ കൊണ്ടുവരുമ്പോൾ ഈ 2 ആൾക്കാരുടെ സൗമനസ്യവും 2 ആൾക്കാരുടെ പ്രോത്സാഹനവും പിന്തുണയില്ലെങ്കിൽ ഞാൻ അപ്പോഴേ വീണു പോകും. അപ്പോൾ അതുകൊണ്ട് ആ 2 ആൾക്കാർ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ എന്താ പറയുക അഭേദ്യമായിട്ടുള്ള പ്രതലങ്ങളാണ്. അവർ നൽകുന്ന ഒരു ഊർജ്ജമെന്ന് പറയുന്നത്. പിന്നെ ഇതിനൊരു ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ മമ്മൂക്കൊക്കെ ആയിട്ട് മമ്മൂക്കൊരു സമതലം ഉറപ്പുവരുത്തുന്ന ഒരാളാണ്. അപ്പം ഞങ്ങൾക്കിടയിലുള്ള ഒരുപക്ഷെ ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാനും മൂപ്പരോട് പറയാറുണ്ട്, ഞങ്ങൾക്ക് ഇടയിലുള്ള ഒരു ഇഴയടുപ്പത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ മൂപ്പറിൽ നിന്ന് ഞാനൊന്നും ആവശ്യപ്പെടുന്നുമില്ല, ആഗ്രഹിക്കുന്നില്ല. എന്നിൽ നിന്ന് പ്രത്യേകിച്ച് അദ്ദേഹം ഒന്നും ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഒരു വ്യക്തിപരമായ ആവശ്യമോ ആഗ്രഹമോ വരുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ വരുന്നത്. എൻ്റെ അടുത്ത് എത്രയോ ആൾക്കാർ മമ്മൂട്ടിയുടെ കോൾ ഷീറ്റിന് വേണ്ടിയിട്ട് എന്നെ സമീപിക്കുമ്പോൾ ഞാൻ പറയുന്നത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ മേഖലയാണ്. അദ്ദേഹം ഒരിക്കലും എൻ്റെ അടുത്ത് എൻ്റെ മേഖലയെക്കുറിച്ചൊരു കാര്യം ആവശ്യപ്പെടുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യപ്പെടുന്നില്ല. തീർത്ത് നിർവാഹമില്ലാത്തപ്പോൾ ഞാനിങ്ങനെ ഒരാൾ വരുന്നുണ്ട്, വേണമെങ്കിലും ഒന്ന് നോക്കിക്കോളി എന്ന് മാത്രം പറയും. അല്ലാതെ നമ്മൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ചോയ്സിൽ ഇടപെടുന്നില്ല. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒരു 1/4 നൂറ്റാണ്ട് കാലം ഞങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. രാഷ്ട്രീയം, സാങ്കേതികം, ഫോണ്, വാട്സപ്പ്, ഓരോ ദിവസം വരുന്ന ഓരോ വിഷയങ്ങൾ ഞങ്ങൾക്ക് സംസാരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൗഭാഗ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള വ്യക്തികളുമായിട്ടുള്ള ഒരു സംസർഗമാണ്. ഇപ്പം പിണറായി വിജയനായിട്ട് എനിക്ക് യഥാർത്ഥത്തിൽ ഞാൻ കണ്ണൂർ ഒരു ജേർണലിസ്റ്റായിട്ട് 1987 ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അവിടുത്തെ ജില്ലാ സെക്രട്ടറി. അപ്പം ദേശാഭിമാനിയുടെ ജില്ലാ ലേഖനം ജില്ലാ സെക്രട്ടറിയും തമ്മിലൊരു ബന്ധമുണ്ടെന്ന്. അന്ന് കണ്ണൂരിലെ പ്രധാനപ്പെട്ട പത്രമാണ്, ഇന്നുമാണ് ദേശാഭിമാനി എന്ന് പറയുന്നത്. അന്നും ഒരുപാട് മീഡിയ ഒന്നുമില്ല. ഒരു പത്രസമ്മേളനം നടക്കണമെങ്കിൽ മനോരമ, ദേശാഭിമാനി, മാതൃഭൂമി 3-4 പത്രങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കണം. ടെലിവിഷൻ ഇല്ലാത്തൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് അന്ന് ദേശാഭിമാനിക്ക് എഡിഷനൊന്നുമില്ല അവിടെ. അപ്പം ഞങ്ങൾ 1-2 ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അന്നുള്ള ഒരു ബന്ധമാണ്. അദ്ദേഹം എന്നെ സകൂതം നിരീക്ഷിച്ചിട്ടുണ്ട്, ഞാൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്.
പിന്നീട് ഞാൻ ഡൽഹിയിൽ പോയെങ്കിലും അദ്ദേഹം അവിടെ വരുമ്പോൾ സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല വഴിത്തിരിവുകളിലും ഞാൻ സാക്ഷിയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപക്ഷെ ആ ഒരു ബന്ധം വളർന്നിട്ടേ ഉള്ളൂ. ഈ ഒരു ഉത്തരവാദിത്വം എനിക്ക് നൽകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അദ്ദേഹം എന്നെ വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നതുകൊണ്ടായിരിക്കാൻ വേണ്ടി ഓരോ ഘട്ടങ്ങളിലും അതായിരിക്കാം. അത് ഈ ഒടുവിലൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യം ആളുകൾക്കുള്ളൊരു ചോദ്യമാണ്. എന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ ടൈം, എൻ്റെ ഓർമ്മയിൽ ക്വസ്റ്റ്യൻ ടൈം മുതൽ JB ജംഗ്ഷൻ വരെ വ്യത്യസ്തമായ നിലയിൽ ഈ ഇടതുപക്ഷ മാധ്യമം എന്ന പേരുള്ളപ്പോൾ തന്നെ ഇങ്ങോട്ടും കയറി ചെല്ലാവുന്ന രീതിയിലുള്ളൊരു മാധ്യമ ശൈലി അഭിമുഖത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അഭിമുഖ സംഭാഷണ പരിപാടികൾക്ക് ഒരു പ്രത്യേക ഫോർമാറ്റ് ലാസ്റ്റ് JB ജംഗ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ കാലത്ത് വലിയ അഭിമുഖങ്ങളുണ്ട്, സാധാരണ മനുഷ്യരെ അഭിമുഖം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു വിധമൊക്കെ നമ്മൾ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഓർമ്മയിൽ വരുന്ന എന്താണ് ഒരു അഭിമുഖത്തെക്കുറിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ? യഥാർത്ഥത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് ഈ JB ജംഗ്ഷനോ ക്വസ്റ്റ്യൻ ടൈമോ അല്പം വ്യത്യസ്തമാണെന്ന് ആൾക്കാർക്ക് തോന്നാൻ കാരണം എന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം മധു ഞാനും കൂടി ഇരിക്കുക, ഈ കസേരയുടെ വലിപ്പം ഉയരം ഒന്നാ. ഞാൻ മധുവിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, മധു എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇതിനൊരു സമതലമുണ്ട്. അതുവരെ പല ഇൻ്റർവ്യൂകളും ഒരാൾ ഉയർന്ന ഒരു കസേരയിലും മറ്റേ ആൾ താഴ്ന്ന കസേരയിലാണ്. അപ്പോൾ പിന്നെ രണ്ട്, ഈ ഹോംവർക്ക് റിസർച്ച് എന്നുള്ള സാധനം, ഇപ്പം മധുവും ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിട്ടറിയാം. ഇത് റീപ്ലേസ് ചെയ്യാൻ വേറൊന്നുമില്ല. നമ്മളിനി എന്ത് പറഞ്ഞിട്ടും കാര്യം റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. മറ്റേതെന്നായിരുന്നു നമ്മൾ അതുവരെ ശീലിച്ചൊരു ഇൻ്റർവ്യൂകളുടെ ശരി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ പാട്ട് ഏതാണ്, പക്ഷെ അതിനപ്പുറത്ത് പോകണം. പിന്നെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അമിതമായൊരു ബഹുമാനം കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണമെന്നല്ലാതെ അമിതമായൊരു ബഹുമാനം ഒരിക്കലും ഇൻ്റർവ്യൂവിനെ നല്ലതാക്കില്ല, അതിനെ മോശമാക്കുകയുള്ളൂ. വേറെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സമൂഹത്തിൽ നിന്നാണ് ഇങ്ങനെ ചോദ്യങ്ങൾ എടുക്കുന്നത്, അല്ലേ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഉമ്മൻചാണ്ടിയെ ഇൻ്റർവ്യൂ സമയത്ത്, എനിക്ക് ഉമ്മൻചാണ്ടി എത്രയോ വർഷങ്ങളായിട്ട് അറിയാം. 80കൾ മുതൽ എനിക്ക് ഉമ്മൻചാണ്ടി അറിയാൻ, പിന്നെ ഡൽഹിയിൽ വരുന്ന സമയത്ത്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയപ്പോൾ ഇത്രയും പരിചയമുള്ള ആളാണെങ്കിൽ പോലും ഞാൻ വീണ്ടും ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മകളോട് പോലും ചോദിച്ചു, സംശയമുണ്ട്, മകളോടോ മോനോടോ ചില കാര്യങ്ങൾ. ചെറിയാൻ ഫിലിപ്പിനോട് ചോദിച്ചു, എനിക്കൊന്നും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സന്തോഷ സഹചാരികളോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ശീലത്തെക്കുറിച്ച് ചോദിച്ചു, ഭക്ഷണശീലങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ, അപ്പോൾ അതൊക്കെ എനിക്ക് ഓരോ കുരുപ്പും ഒരു ഇൻ്റർവ്യൂവിൽ പ്രധാനമാണ്. ഇപ്പോൾ എനിക്ക് ഉമ്മൻചാണ്ടിയോട് ചോദിച്ചൊരു ചോദ്യം എനിക്കിട്ട് ഓർമ്മയുണ്ട്. അതായത്, ഉമ്മൻചാണ്ടി, നിങ്ങൾ നല്ലപോലെ കുളിച്ച് വസ്ത്രമൊക്കെ വന്ന് അവസാനം നിങ്ങൾ ഈ ഡ്രോയിങ് റൂമിലേക്ക് വരുമ്പോൾ ഒരു തട്ടില്ല നിങ്ങൾ മുടിയിൽ. ഞാൻ ചോദിച്ചാ, അപ്പോൾ ഒരു ചിരി ചിരിച്ചു. തട്ടില്ല എന്നും പറയാൻ പറ്റില്ല, തട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ആ ചോദ്യവും ആ ചിരിയുമാണ് അതിനകത്തെ പഞ്ച്. പിന്നെ കോൺഗ്രസ്സുകാർക്കിടയിലൊക്കെ പല സംസാരമുണ്ട്. എന്താണ് ബ്രിട്ടാസ്, എന്ത് സംസാരമുള്ളത്? നിങ്ങൾ പുതിയ ഷർട്ട് മേടിച്ചാലും കല്ല് വെച്ചിട്ടോ ബ്ലേഡ് വെച്ചിട്ടോ അത് വരഞ്ഞിട്ട് അത് ഇത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നുറുങ്ങുകൾ കൂടി ഇതിനകത്ത് വരണം, അദ്ദേഹത്തിൻ്റെ രീതികൾ, സംഭവങ്ങൾ. അപ്പം ഒരുപക്ഷെ നമ്മൾ നന്നായി റിസർച്ച് ചെയ്യുക, ഹോംവർക്ക് ചെയ്യുക. നമുക്കറിയാവുന്ന ആളാണെങ്കിൽ പോലും ഒരുപക്ഷെ എവിടെയോ ഒരു ഷെയ്ഡ് ഉണ്ട്, അതുകൂടി നമ്മളൊന്ന് അനാവരണം ചെയ്യണമെന്നുള്ളൊരു അഭിപ്രായക്കാരൻ ഞാൻ. അതായിരിക്കാം ഒരുപക്ഷെ ആ ഇൻ്റർവ്യൂ സീരീസിനെ പലർക്കും ഹൃദ്യമാക്കാൻ സാധ്യതയുള്ളത്. ഈ രാജ്യസഭയിലെത്തിയപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഈ ശ്രദ്ധ കിട്ടാനുള്ള ഒരു കാരണം ആ വിഷ്വൽ മീഡിയയിൽ പയറ്റിയ ഒരു പയറ്റാൻ തോന്നും. പ്രസംഗത്തിലെ ശൈലി, ആളുകളെ ആകർഷിക്കാനുള്ളൊരു കഴിവൊക്കെ പ്രസംഗത്തിൽ റേറ്റിംഗ് അല്ല, ഇതിനകത്ത് ഒരു യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായി പോകുന്നത് അങ്ങനെ ഒരു കാരണം അല്ല. അതിന് ബേസിക്കലി നമ്മുടെ സംഭവം എന്ന് വെച്ചാൽ, ഈ പ്രേക്ഷകർ വളരെ ജുഗുപ്സാവഹമായ കാര്യങ്ങൾ കേൾക്കാനോ കാണാനോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. അവർക്ക് ഹൃദ്യമായിരിക്കണം, അവർക്കും കൂടെ മനസ്സിലാകുന്ന ഒരു രീതിയിൽ വേണം നമ്മൾ പറയാൻ വേണ്ടി. പിന്നെ ഉള്ളത്, അല്പം നർമ്മമുള്ളത് എപ്പോഴും നല്ലതല്ലേ. ഏറ്റവും വിഷമം പിടിച്ചൊരു ഘട്ടമാണെങ്കിൽ പോലും ഒരു അല്പം നർമ്മം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പം ഞാൻ കഴിയുന്നതും നമ്മുടെ ജീവിതത്തിൽ, വയനാട് ഇഷ്യൂവിൻ്റെ സമയത്തെ ഒരു പ്രസംഗത്തിൽ അപ്പുറത്ത് സുരേഷ് ഗോപി ഇരിക്കുന്നുണ്ട്. അപ്പം പറയായിരുന്നു, സുരേഷ് ഗോപി എന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് നിർമ്മലാ സീതാരാമൻ സുരേഷ് ഗോപിയെ പോലും അപമാനിച്ചിരിക്കുന്നു. സുരേഷ് ഗോപി ഇൻവെർട്ടർക്കും നിഷ്കളങ്കനായതുകൊണ്ട് പുള്ളി എഴുന്നേറ്റ് അത് ചിലരെ ഒന്ന് പ്രൊവോക്ക് ചെയ്ത് വിടുമ്പോൾ, ഒന്ന് പരാമർശിച്ച് വിടുമ്പോൾ ആ ഒരു പ്രതികരണം നമുക്ക് വളരെ അനുകൂലമാണ്. ഒരാളുടെ റെസ്പോൺസ് വളരെ അനുകൂലമാണല്ലോ. ഒരുപക്ഷെ ആ രീതിയെ അവലംബിക്കുന്നതാണ്.
ഇപ്പോഴത്തെ അഭിമുഖ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ മലയാളത്തിലെ ന്യൂസ് ചാനലുകളിലെ? ഇന്നത്തെ ന്യൂസ് ചാനൽ കൾച്ചറിനോടൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല. അതിൽ പ്രത്യേകിച്ച് എ ചാനലോ ബി ചാനലോ സി ചാനലോ. ഞാൻ എന്നെ ഈ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ അവരോട് പറയും, ഈ കവലെ കിടന്ന് അടികൂടാതെന്ന് എന്നെ കൊണ്ട് പറ്റില്ലോട്ടോ അവരോട് പറയും. പക്ഷേ ചിലതൊക്കെ ഞാൻ നമ്മുടെ മുമ്പിൽ വരും. എന്താ കാരണം വെച്ചാൽ ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ ധാരകളും കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു ബിന്ദുവായതുകൊണ്ട് നമ്മളറിയാത്ത കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് വന്ന് വീണുകൊണ്ടിരിക്കും. അപ്പോൾ പല ശകലകളും ഞാൻ കാണാറുണ്ട്. പക്ഷേ 1 മണിക്കൂറൊന്നും ഫുൾ ടൈം ഒരു ചാനലിലെ ഡിസ്കഷൻ അതല്ലെങ്കിൽ നമുക്ക് എത്ര താല്പര്യമുള്ളൊരു വിഷയമായിരിക്കണം. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമുക്ക് താല്പര്യമുള്ളൊരു മേഖലയിൽ നമുക്ക് ഹോംവർക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു കോണ്ടൻറ്റ് നമ്മൾ തേടി പിടിച്ച് കിടക്കും. അല്ലാതെ നമ്മളൊരു ടെലിവിഷൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് അത് കാണേണ്ട സിറ്റുവേഷനില്ല. നമുക്ക് ഉദാഹരണം പറഞ്ഞ സംവരണത്തെക്കുറിച്ചൊരു ചർച്ച, ഞാൻ സംവരണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഡിസ്കഷൻ എനിക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ നിന്ന് കിട്ടും. പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള ചർച്ചകൾ നടത്തുന്ന ആൾക്കാർ നമുക്ക് അയച്ചു തരുന്ന ആൾക്കാർ, അപ്പോൾ മധുവിൻ്റെയൊക്കെ ഇടയ്ക്ക് എനിക്ക് അയച്ചു തരാറുള്ളത് പോലെ. അപ്പോൾ ഇന്ന് നമ്മളെ തേടിയിട്ടാണ് കോണ്ടന്റ് വരിക. നമ്മളൊരു കോണ്ടന്റിനെ തേടി പോകേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. ഇന്ന് നമ്മളാണ്, അതായത് ഓരോ ഇൻഡിവിജ്വലും കിങ്ങാണ്, അവൻ രാജാവാണ്. ഉള്ളടക്കങ്ങൾ അവനെ തേടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പിന്നെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറക്കുകയെല്ലാം, ഒന്ന് തോട്ടിയിടേണ്ട കാര്യമൊന്നും ഇല്ല. അതിങ്ങനെ ഒന്ന് കാണിച്ചാൽ അവൻ വന്ന് നമ്മുടെ ഫോണിലേക്ക് വന്ന് വീഴും. അതാണ് ഇപ്പോൾ സിറ്റുവേഷൻ. ഇപ്പോൾ ഈ കേരളത്തിലെ ഈ 4 വർഷം രാജ്യസഭയും കൂടി കഴിയുമ്പോൾ മുഖ്യധാര രാഷ്ട്രീയത്തിലൊരാളായി മാറി. ഒരു വ്യത്യസ്ത ശൈലിയാണ് നമ്മുടെ സമീപ കാലത്ത് കാണുന്ന രാഷ്ട്രീയ ഇടപെടലിൻ്റെ ശൈലിയല്ല ജോൺ ബ്രിട്ടാസിന് എന്നുള്ളത് നമുക്ക് തോന്നും കാണുമ്പോൾ. ഇപ്പോൾ CPM-ലാണെങ്കിൽ കണ്ണൂരിൽ നിന്നുള്ള ഒരാളാണ്. പക്ഷേ കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ കുറിച്ചുള്ള മുഖ്യധാര നരേറ്റീവിലൊന്നും പേരില്ല. കണ്ണൂർ രാഷ്ട്രീയത്തിൽ, പ്രാദേശികമായ രാഷ്ട്രീയത്തിലുള്ള ആ ഒരു വിശദീകരണത്തിലൊന്നും പേരില്ല. ഈ കേരള രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഡൽഹിയിൽ രാജ്യസഭയിൽ നിന്നുകൊണ്ടാണെങ്കിലും പ്രാദേശിക രാഷ്ട്രീയം എങ്ങനെയാണെന്ന് നോക്കുന്നത്? കണ്ണൂരുകാരനുമല്ല, പിന്നെ തിരുവനന്തപുരംകാരനുമല്ല. ശശി തരൂരിനെ പറ്റി പറയുമ്പോൾ ലോക മനുഷ്യനാണ്. ശശി തരൂർ വിശ്വപൗരനാണ്, നമ്മളവിടെയൊന്നും ഇല്ലല്ലോ. ശശി തരൂർ ഞാൻ ഒരു കമ്മിറ്റിയിലാണ്, എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റിയിലാണ്. അപ്പോൾ അല്ല, ബേസിക്കലി ഇപ്പം ഞാനിപ്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നാഷണൽ പൊളിറ്റിക്സിനാണ്, രാജ്യസഭാ മെമ്പർ എന്ന നിലയിൽ. മാത്രമല്ല ഞങ്ങളുടെ പാർട്ടിക്ക് അധികം MP മാരില്ലാത്തതുകൊണ്ട് ഒരുപാട് പരിപാടികൾക്ക് കേരളത്തിന് വെളിയിൽ പോകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. പിന്നെ ഭാഷാപരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പം നമുക്ക് അല്പം ഹിന്ദി അറിയാവുന്നതുകൊണ്ട്, അല്പം ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകാൻ നിർബന്ധിക്കപ്പെടും. അവിടെ നമ്മൾ പോകണമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ടൊരു പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ ഉൾപ്പിരിവുകളൊന്നും അത്രത്തോളം ഞാൻ മനസ്സിലേക്ക് എടുക്കാറില്ല. പക്ഷേ എങ്കിൽ പോലും കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതുധാര എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കാറുണ്ട്. പക്ഷെ അതിൽ മറ്റ് ആരോ പറഞ്ഞ പോലെ അതിൽ പോയിട്ട് കൈവച്ചിട്ട് ആരോ പറഞ്ഞ പോലെ എന്നാൽ ഞാൻ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഒന്ന് കളിച്ചേക്കാം. പക്ഷെ കണ്ണൂരിൽ നിന്ന് എന്ത് പരിപാടി അവർ പറഞ്ഞാലും കഴിയുന്നതും ഞാൻ പോകാറുണ്ട്. മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഞാൻ കണ്ണൂർ ഏതെങ്കിലും ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പോകുന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. ഒരു മാസത്തിൽ 1 ദിവസം, 1 ദിവസമോ 2 ദിവസമോ. ഇതൊരു സൗകര്യം കൂടിയാണ്. അതായത് കേരളത്തിൽ ഇപ്പം പൊതു സ്വീകാര്യനായി നിൽക്കാൻ പറ്റുന്നുണ്ട്. അറിയില്ല, ഓരോരുത്തരെ അപേക്ഷിച്ചില്ല. അങ്ങനെയുണ്ട്. ആളുകൾക്കെല്ലാം നിങ്ങളെ ഇഷ്ടമാകുന്നതിൻ്റെ അടിസ്ഥാന കാര്യം ഒരു ദേശീയ രാഷ്ട്രീയത്തിലും കൂടി നമ്മൾ സാധാരണക്കാരിലേക്ക് എത്തുന്നതുകൊണ്ട് കൂടിയായിരിക്കും. അല്ല, ഈ പറഞ്ഞ പോലെ കേരളത്തിലെ പൊളിറ്റിക്സ് വളരെ ടഫായിട്ടൊരു പൊളിറ്റിക്സാണ്. ഞാനെപ്പോഴും നമ്മുടെ ആൾക്കാരോട് പറയും, കേരളത്തിൽ ഒരുപക്ഷെ ഒരു മീഡിയ ഡ്രിവൺ പൊളിറ്റിക്സാണ് കേരളത്തിലെ പൊളിറ്റിക്സ്, ടെലിവൈസ്ഡ് പൊളിറ്റിക്സാണ്. അപ്പം അതിൻ്റെ ഇഡിയംസൊക്കെ ഭയങ്കരമായിട്ട് മാറി. ഇപ്പോൾ എന്നോടിപ്പോൾ പല ആൾക്കാർ, രാഷ്ട്രീയക്കാർ, എൻ്റെ സുഹൃത്തുക്കൾ രാഷ്ട്രീയക്കാരായിട്ടുള്ള ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് പണ്ട് നമ്മൾ ഓരോ വേദിയിൽ വെച്ച് പ്രസംഗിക്കുന്നതാണ് ആ വേദിയുടെ രാഷ്ട്രീയം. ഇന്ന് നിങ്ങൾ എവിടെ നിന്ന് പ്രസംഗിച്ചാലും അത് എല്ലായിടത്തുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന ആൾക്കാരിരിക്കുന്നതുകൊണ്ട് നമ്മൾ വേറൊരു ഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പൊതുവായിട്ടുള്ള ഒരു സംഭവം വേണം. രണ്ടാമത്തെ കാര്യം, ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മാധ്യമങ്ങൾക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്, സ്വാഭാവികമാണ്. അവരുടെ അജണ്ടയുണ്ട്, അവർക്കൊരു ടാർഗറ്റ് ഉണ്ട്. പക്ഷെ നമ്മളതിനാണ് പോയി തലയിൽ വെച്ച് കൊടുക്കുന്നതെന്ന്. ഇപ്പം നമ്മളോട് ഒരാൾ വന്ന് മൈക്ക് വെച്ച് ചോദിക്കുന്നു, അപ്പം നമുക്ക് വേണേൽ പ്രതികരിച്ചാൽ പോരെ. എന്നോട് പല ആൾക്കാരും വിളിക്കുമ്പോൾ ഞാൻ ആ സംഭവം എന്താണെന്ന് പഠിച്ചിട്ടില്ല, ഞാൻ നോക്കിയിട്ട് പറയാം, നിങ്ങൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിച്ചോളി എന്ന് പറയും. ഞാനപ്പോൾ പ്രതികരിക്കണം നിർബന്ധമുള്ളത്. അപ്പോൾ എൻ്റെ തന്നെ സുഹൃത്തുക്കളോട് ഞാൻ രാഷ്ട്രീയ സുഹൃത്തുക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മീഡിയ ആവശ്യപ്പെടുന്ന നിമിഷത്തിലും മുഹൂർത്തത്തിലും നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വേണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ പ്രതികരിച്ചാൽ മതി. പലപ്പോഴും പല
നിഷ്കളങ്കരും ചെന്ന് പെടുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവരെ ചിലർ കൊണ്ട് പെടുത്തുന്നതാണ്. അത് നിഷ്കളങ്കതയുടെ ഭാവമായിട്ടാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ ഒരു ചോദ്യങ്ങളുമായി വരുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരു സ്ക്രിപ്റ്റ് എന്താണെന്ന് നമ്മൾ വായിച്ചെടുക്കണം. എന്നെ കാണാൻ ഒരാൾ വരുമ്പോൾ ഒരു പ്രത്യേക ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കറിയാം, ഐ എം സീൻ ത്രൂ, കാണാം എന്താണ് ഏതിലേക്കാണ് ഇത് കൊണ്ടുപോകാൻ പോകുന്നത് എനിക്കറിയാം. അപ്പോൾ ഒന്ന് മനനം ചെയ്തിട്ട് വേണം നമ്മളവിടെ പോയി നിന്ന് സംസാരിക്കാൻ എന്നുള്ളതാണ്. ഇത് എൻ്റെ പാർട്ടിയിലെ തന്നെ എൻ്റെ നേതാക്കന്മാരോട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അവർ വരുന്നത് അവരുടെ കാര്യത്തിന് വേണ്ടിയാണ്, നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. പിന്നെ എല്ലാ ചർച്ചകളിലും ഞാനൊരിപ്പോൾ ഈ ടെലിവിഷൻ ഞാനൊരു 4 നൂറ്റാണ്ടായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് പറയുക, എല്ലാ ടെലിവിഷൻ്റെ ചർച്ചകളിലോ ഒരു നായകനുണ്ടാകും, ഒരു സഹനടനുണ്ടാവും, ഒരു വില്ലനുണ്ടാവും, ഒരു കോമാളി ഉണ്ടാവും. നിങ്ങൾ ആരായിരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. പക്ഷേ നിങ്ങളൊരു കോമാളിയാകാൻ വേണ്ടി വില്ലനാകാൻ വേണ്ടി പോകേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെയാണ് അവർ കാണുന്നതെങ്കിൽ ഞാൻ ഇതിലെ നായകനാണ് എന്ന് പറയാനുള്ള അല്ലെങ്കിൽ സ്ഥാപിക്കാനുള്ള ഉള്ളടക്കം നിങ്ങളുടെ കയ്യിൽ വേണം താനും. അതിനുള്ള സന്നദ്ധതയും പ്രിപ്പറേഷൻസ് നമുക്ക് വേണം. അതല്ലെങ്കിൽ നിങ്ങളെ ഒരു ചതിക്കുഴിയിൽ അവർ കൊണ്ട് പെടുത്തുമെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. ഒരു വ്യത്യസ്തമായ നിരീക്ഷണമാണ്. നമ്മൾ ഈ അഭിമുഖം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഇത്രയും നേരം അറിഞ്ഞപ്പോൾ തന്നെ ട്വിസ്റ്റുകൾ നിരവധിയാണ് ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഈ അഭിമുഖം അവസാനിക്കുമ്പോൾ അവസാനത്തെ ഒരു ചോദ്യം നിർബന്ധമായും ചോദിച്ചിരിക്കണം. അതിന് ഉത്തരം ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇനി എന്താണ് പ്ലാൻ, അല്ലെങ്കിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക? എൻ്റെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ ആകസ്മികതകളുടെ ഒരു കൂമ്പാരമാണ്. ഓരോ ഘട്ടത്തിലേക്കും ഞാൻ പോയത് ഞാൻ പ്രത്യേകിച്ച് തീരുമാനിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സാഹചര്യങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കും. ഇപ്പം നമ്മളിങ്ങനെ ഇന്നത്തെ തലമുറയിലെ കുട്ടികളൊക്കെ പഠിക്കുന്ന പോലെ ഡോക്ടറാകാൻ പഠിക്കുന്നു, എഞ്ചിനീയർ ആകാൻ പഠിക്കുന്നു, ഇന്നയാൾ പഠിക്കുന്നു. നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഞാൻ ഉദാഹരണം പറഞ്ഞ മാധ്യമപ്രവർത്തകനാണെന്ന് ഒരിക്കലും ആഗ്രഹിച്ച ഒരാളല്ല. എങ്ങനെയോ വഴിതെറ്റിയിട്ട് മാധ്യമപ്രവർത്തനത്തിലേക്ക് വന്ന ആളാണ്. ഡൽഹിയിൽ പോകണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല. JNU പഠിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല. കൈരളി TV എന്നുള്ള ഒരു സംരംഭം ദൃശ്യമാധ്യമം ഉണ്ടാവുമെന്ന് ചിന്തിച്ച ആളല്ല. അതിൻ്റെ അമരത്വമെന്ന് ചിന്തിച്ച ആളല്ല. ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ആകസ്മികതകളുടെ ഒരു കൂമ്പാരമാണ്. ഇത്രയും കാലം ഓരോന്നും അവിടെ എത്തുമ്പോഴാണ് ആളുകൾ അറിഞ്ഞിരുന്നത്. അതെ. പിന്നെ ഞാനൊരു പ്രവചനം നടത്താം. ഇനി സംഭവിക്കാൻ പോകുന്ന പറയാം. ഇനി സംഭവിക്കാൻ പോകുന്ന ഒറ്റ കാര്യമുള്ളൂ, ഞാൻ എപ്പോഴെങ്കിലും മരിക്കും. അത് മാത്രമേ ഉള്ളൂ. വേറൊരു സംഭവം ഉണ്ടാവും, മരണം മാത്രമാണ്. അല്ല, ഇനി വേറൊരു മാധ്യമങ്ങളിലൂടെ ഇനി വരാനായിട്ടുള്ള ഒരു സാധ്യത. നിയമസഭാ തെരഞ്ഞെടുപ്പ് ബ്രിട്ടാസ് നിയമസഭയിലേക്ക് എന്നുള്ളൊരു വാർത്ത വരാൻ സാധ്യത. പല വാർത്തകളും തെറ്റിപ്പോകുന്നുണ്ടല്ലോ, നമുക്ക് അങ്ങനെ തെറ്റിപ്പോട്ടെ പറഞ്ഞു. എന്തായാലും കേരളത്തിലും ഈ സാന്നിധ്യം തുടർന്നും സജീവമായിട്ടുണ്ടാവട്ടെ. ദേശീയ രാഷ്ട്രീയത്തിലുള്ള ഈ ഇടപെടൽ പോലെ തന്നെ എന്നെ പാർലമെന്റിൽ നിൽക്കുന്ന തന്നെ ഒരു നിയമസഭയിലേക്ക് ചുരുക്കണമല്ലേ? ശരി, ഇത്രയും നേരം സംസാരിച്ചാൽ വലിയ നന്ദി. താങ്ക് യു മധു, താങ്ക് യു ഓൾവേസ്. അപ്പോൾ ടോക്ക് ഷോയുമായി അടുത്ത ആഴ്ച വീണ്ടും വരാം മറ്റൊരു അതിഥിയുമായി. നന്ദി, നമസ്കാരം.